പതിവ് പോലെ തന്നെ മഴയോടുകൂടിയ വല്ലൂരിന്റെ മറ്റൊരു പ്രഭാതത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കാണ് കേട്ടോ. ഇന്ന് നമ്മുടെ ഇലക്ഷനൊക്കെ കഴിഞ്ഞിട്ട് വോട്ടെണ്ണുന്ന ദിവസമായിരുന്നു. അത് കാരണം കൊണ്ട് തന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മുഴുവൻ നമ്മുടെ വാർത്താ ചാനലുകളുടെ ഒരു വലിയ ഒരു കോലാഹലം തന്നെ കേൾക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇന്നത്തെ ദിവസം ഒരു ചെറിയ കട്ടൻ ചായയോട് കൂടി തുടങ്ങാം അല്ലേ? കഴുകിയിട്ടേ നമ്മൾ കുറച്ച് ചൂടുവെള്ളത്തിൽ, ഒരുപാട് ചൂടുവെള്ളമല്ല, കുറച്ച് ചൂടുവെള്ളത്തിൽ കഴുകിയിട്ട് ഇങ്ങോട്ട് ഒഴിച്ചിട്ടുണ്ടെങ്കിൽ പാല് മൊത്തത്തിൽ അങ്ങോട്ട് പോരും ചെയ്യും. നമ്മുടെ കുപ്പിയിൽ ആ ഒരു പാലിന്റെ സ്മെല്ലുണ്ടല്ലോ, അതുണ്ടാവില്ല. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. എന്നാലും ഞാൻ എൻ്റെ പോലെ തന്നെ ആദ്യമായിട്ട് അടുക്കള ഒരു അത്ഭുത ലോകമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ വൺസ് അപ്പോൺ എ ടൈമത്തെ കാര്യമാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ കാര്യമാണ് കേട്ടോ. ഇപ്പൊ ഇലക്ഷന്റെ ഡ്യൂട്ടിയുടെ ഇലക്ഷൻ പരിപാടികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഭാഗ്യന അതിന്റെ മുന്നില കുറെ നേരമായി കാലത്തോട്ട് അതിന്റെ മുന്നില. പിന്നെ ശ്രീകുട്ടന്റെ ക്ലാസ് തുടങ്ങിയിട്ടില്ല. ജൂൺ 5 തീയതി മുതലേ തുടങ്ങുള്ളൂ. അപ്പൊ ശ്രീകുട്ടൻ അച്ഛൻ്റെ കൂടെ ഇരുന്ന് അവിടെ വാർത്ത കാണുന്നുണ്ട്. നമ്മള് തൃശ്ശൂർക്കാരായ കാരണം കൊണ്ട് നമുക്ക് എന്താ പറയാ, സുരേഷ് ഗോപി സാർ ജയിക്കുമോ, മുരളീധരൻ സാർ ജയിക്കുമോ, സുനിൽ സാർ ജയിക്കുമോ എന്നൊക്കെയുള്ള എന്താ പറയാ ആ ഒരു ആകാംക്ഷയില് ഭാഗ്യം അവിടെ ഇരുന്ന് കാണുന്നുണ്ട്. ആര് ജയിച്ചാലും നമുക്ക് അടുക്കളയിൽ കയറണം, ഫുഡ് ഉണ്ടാക്കണം, കഴിക്കണം. അത് കാരണം ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അപ്പൊ നമുക്ക് ആര് ജയിച്ചാലും കുഴപ്പമില്ല, ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ അടുക്കളയിൽ കയറണം, നമ്മൾ തന്നെ ഉണ്ടാക്കണം. അത് കാരണം ഞാൻ ഇവിടെ ഇട്ടു പോകുന്നു. വ്യക്തമായ രാഷ്ട്രീയമുള്ളവരാണോ നിങ്ങൾ? നമുക്ക് എല്ലാവർക്കും ഉണ്ടാവുമെന്ന് തോന്നൂലേ? പക്ഷെ നമ്മള് അങ്ങനെ ഭ്രാന്തമായ രാഷ്ട്രീയം ഇല്ല, കുറച്ച് സ്വകാര്യമായ രാഷ്ട്രീയം അത്രേ ഉള്ളൂ അല്ലേ. അപ്പോൾ ഈ ഭ്രാന്തമായ രാഷ്ട്രീയമുള്ളവർ നിങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. അപ്പൊ നമുക്ക് നമ്മുടെ പാല് തളച്ചു. ഇന്ന് വളരെ സിമ്പിൾ ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് മുട്ടയും ബ്രെഡും വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ബാക്കിനിപ്പോ ഇങ്ങനെ പ്ലേറ്റിൽ ഓരോന്നോരോന്ന് കൊണ്ടുകൊടുത്താൽ കഴിച്ചോളൂ. എന്ത് കൊടുത്താലും കഴിച്ചോളൂ. അവരിന്ന് വാർത്ത കാണാൻ തിരക്കില്ല. അപ്പൊ നമുക്ക് ചായയൊക്കെ കുടിച്ച് അതൊക്കെ നമ്മുടെ ദിവസത്തിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ശ്രീയാണ് കേട്ടോ. നിങ്ങളോടൊക്കെ വിശേഷം പറഞ്ഞിരിക്കണതിൻ്റെ ഇടയിൽ പാല് തിളച്ചു പോയിരിക്കണു. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ വൃത്തിയാക്കി എന്തോരം നോക്കി നിന്നാലും എൻ്റെ കണ്ണ് തെറ്റിയാതെ അങ്ങോട്ട് തിളച്ചാൽ പോകും. നോക്കി നിന്നിട്ടാ തിളച്ചു പോയി. നമുക്കിന്ന് ഒരുപാട് ജോലികളൊന്നുമില്ല, ഭയങ്കര ഫ്രീ ആയിട്ടിരിക്കുന്ന സമയമാണ്. ഭാഗ്യനാണെങ്കിൽ കടയിലും പോയിട്ടില്ല. അപ്പോൾ നമുക്ക് ഒരു ബ്രേക്ക്ഫാസ്റ്റുമ്മ തുടങ്ങാമെന്ന് വിചാരിച്ചു. അതും വളരെ സിമ്പിളായിട്ട് കേട്ടോ. നമ്മൾ ഈ ഒരക്കല്ലുണ്ടല്ലോ, അതുമ്മ മൂർച്ച കൂടിയിട്ടുണ്ടെങ്കിലേ കത്തി നന്നായിട്ട് മൂർച്ച വയ്ക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോണത് മുട്ടയും ബ്രെഡും ഉപയോഗിച്ചിട്ടുള്ള ഒരു കുഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് ആണ്. വലിയൊരു ഉള്ളി എടുത്തിട്ടുണ്ട്. നമുക്ക് മുട്ടയിലിട്ട് അടിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്തൊക്കെ പച്ചക്കറികളുണ്ടോ അതൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. ഇവിടെ ഉള്ളിയും തക്കാളിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. പിന്നെ പച്ചമുളക് എടുത്തിട്ടുണ്ട്, ക്യാരറ്റ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം നമുക്ക് ക്യാരറ്റ് കുറച്ച് കട്ടി കൂടുതലല്ലേ, അത് കാരണം കൊണ്ട് ഇത് സെക്ഷനായിട്ട് അടിച്ചെടുക്കാം. ആദ്യം നമ്മൾ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഉണ്ടല്ലോ അതൊക്കെ നന്നായിട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ക്യാരറ്റ് ചോപ്പ് ചെയ്തെടുക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ബീട്രൂട്ട് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾക്ക് ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് ഭയങ്കര നമ്മളെന്താ പറയുക, ഒരു കൺഫ്യൂഷൻ ആവുന്ന സമയമാണ്. സ്കൂളിൽ പോയി തുടങ്ങുന്ന ആ 1-2 ആഴ്ച നമ്മളൊരു ട്രാക്കിലേക്ക് വരേണ്ട സമയമാകുമ്പോൾ എന്തുണ്ടാക്കി കൊടുക്കും എന്നൊക്കെ ഭയങ്കര ടെൻഷനാണ് അല്ലേ. ഇവിടെ ശ്രീകുട്ടന് ടെൻഷൻ്റെ ആവശ്യമൊന്നുമില്ല, വെജ് മാത്രമേ പറ്റുള്ളൂ. അത് കാരണം മുട്ട വിഭവങ്ങൾ പോലും കഴിക്കാനും കയറ്റാനും പറ്റാത്ത കാരണം കൊണ്ട് നമുക്ക് വേറെ നിവൃത്തിയില്ലാത്ത കാരണം കൊണ്ട് ഇഡ്ഡലി, ദോശ, അട, കൊഴുക്കട്ട ഈ വക സംഭവങ്ങളൊക്കെയാണ് ആൾക്ക് പോകുള്ളൂ കേട്ടോ. പിന്നെ ചോറ് കൊണ്ടുപോകും. അപ്പോൾ നമ്മൾ അതൊക്കെ കൂടി നന്നായിട്ടൊരു ബൗളിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്, നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുരുമുളക് പൊടിയും 2-3 മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ പച്ചമുളക്, അതുപോലെ നിങ്ങൾക്ക് ഗാർലിക്കും ഒക്കെ വേണമെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുക്കാം. ഇതൊക്കെ നമ്മുടെ ഇഷ്ടം പോലെ. ജസ്റ്റ് കുക്കിംഗ് എന്ന് പറയുന്നത് നമുക്ക് ആരെങ്കിലും ഒരു ഐഡിയ തന്നാൽ മതിയല്ലോ. പിന്നെ നമ്മൾ നമ്മുടെ ഇഷ്ടത്തിന് ഉണ്ടാക്കിയെടുക്കല്ലേ പതിവ്. അപ്പോൾ ഡെൽസി ആൻറ്റിയുടെ അവിടെ നിന്നാണ് നമ്മൾ മുട്ട മേടിക്കുക കേട്ടോ. അവിടെ ഡെൽസി ആൻറ്റിയുടെ വീട്ടിൽ നാടൻ കോഴി ഉണ്ട്. അപ്പോൾ ആൻറ്റി പൊതുവായിട്ട് നമ്മുടെ അവിടെ തന്നെയാണ് കൊടുക്കലൊക്കെ, പുറത്ത് കൊടുക്കൽ വളരെ കുറവാണ്. അപ്പം മിക്കതും നമ്മൾ തന്നെ മേടിക്കാറുണ്ട് ആൻറ്റിയുടെ കയ്യിൽ നിന്ന് മുട്ട. ഞാൻ ശ്രീകുട്ടന് മുട്ടയൊക്കെ ഡെയിലി ബേസിസിൽ ഒരു മുട്ടയൊക്കെ പുഴുങ്ങിയൊക്കെ കൊടുക്കാറുണ്ട് കേട്ടോ. പിന്നെ ചില ദിവസങ്ങളിൽ ഇപ്പോൾ നോൺ വെജ് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മുട്ട ഒഴിവാക്കും. ഇപ്പോൾ മീനോ ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ, അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ് ആൾ കഴിക്കുള്ളൂ. ഇങ്ങനെയുള്ള കുട്ടികൾ വീട്ടിലുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യൂട്ടോ, എനിക്കൊന്ന് ആശ്വസിക്കാമല്ലോ, ശ്രീകുട്ടൻ മാത്രമല്ല എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ വെജൊക്കെ ഇട്ടിട്ട് മുട്ടയൊക്കെ അടിച്ച് വെച്ച് കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ നമ്മളിത് ഒരു കുഞ്ഞ പാത്രത്തിൽ ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇതിന് നിങ്ങൾക്ക് പൊട്ടാണ്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കോൺഫ്ലോർ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നന്നായിട്ട് ഒന്ന് അതാക്കിയാൽ മതി കേട്ടോ. ഞാനിത് ഇട്ട് കൊടുത്തപ്പോൾ പൊട്ടി പോരുന്നുണ്ടായിരുന്നു, പൊട്ടാറുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ഉള്ളിൽ സ്ലൈസ് വെക്കണം
വെക്കണമെങ്കിലോ നമ്മുടെ ചീസിൻ്റെ സ്ലൈസ് വെക്കണമെങ്കിലോ ഒക്കെ ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ക്യൂബ് സ്ലൈസ് ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ അത് വെച്ചിട്ടാണ് അഡ്ജസ്റ്റ് ചെയ്തത് കേട്ടോ. പിന്നെ ടൊമാറ്റോ സോസ് ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ സ്കൂളിലേക്ക് ശ്രീകുട്ടനെ സാൻഡ്വിച്ച് കൊടുത്തു വിടുന്ന കാരണം കൊണ്ട് എപ്പോഴും നമ്മുടെ ആ ഒരു പാസ്തയുടെ ഉള്ളിലും അതുപോലെ തന്നെ പിസ്സയുടെ ഉള്ളിലൊക്കെ വെക്കുന്ന ഈ ഒരു സംഭവം ഉണ്ടല്ലോ സോസ്, ഇത് ചേച്ചിമാർ പറയും ഇത് ഒരുപാട് യൂസ് ചെയ്യല്ലേ ശ്രീ എന്ന് പറയാറുണ്ട് കേട്ടോ. ഒരുപാടൊന്നുമില്ല, ഇച്ചിരിയൊക്കെ. പിന്നെ ഇതൊക്കെ തന്നെയാണ് പുറത്തെ രാജ്യത്തുള്ളവർ കഴിക്കുന്നത് കേട്ടോ. അവർക്ക് കാര്യം നമുക്കിത് അവൈലബിൾ ആവുമ്പോൾ അങ്ങനെ താരതമ്യം ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ അത്രയ്ക്ക് അങ്ങനെ അൺഹെൽത്തി ആയിട്ടുള്ളതല്ല. നമുക്ക് ആഴ്ചയിൽ ഒരു വട്ടം കൂടുന്നതുകൊണ്ടൊന്നും നമ്മുടെ ആരോഗ്യത്തിനൊന്നും വരില്ല എന്നാണ് പഠനങ്ങൾ പറയുന്നത്. നമ്മൾ ഒരുപാട് അങ്ങോട്ട് കൺസേൺ ആകുമ്പോഴാണ് ഒരുപാട് അങ്ങോട്ട് ബുദ്ധിമുട്ട് വരുന്നതെന്ന് തോന്നുന്നു ജീവിക്കാനായിട്ട്. അപ്പോൾ കുറച്ചൊക്കെ നമ്മൾ കൺവീനിയൻ്റ് ആവണ്ടേ, അത് കാരണം കൊണ്ടാണ് അത് മേടിക്കുന്നത് കേട്ടോ. അപ്പോൾ സോയാ സോസോ ടൊമാറ്റോ സോസോ ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കാം, ഇതുപോലത്തെ സോസുകളൊക്കെ നമുക്ക് ഒഴിവാക്കാം. പക്ഷേ ഇവിടെ ഇച്ചിരിയൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ കഴിക്കുന്നത് എല്ലാവർക്കും ഭയങ്കര താല്പര്യം. പിന്നെ നമ്മൾ എന്നൊന്നുമില്ല, മാസത്തിൽ ഒരു വട്ടമൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതാ നമ്മുടെ അതിൻ്റെ ഉള്ളിൽ ബ്രെഡ് വെച്ച് കുറച്ച് ചീസൊക്കെ ഇട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മടക്കി കാണുന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരു ഭയങ്കര എന്താ പറയുക ഹെവി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഫീലാണ് കേട്ടോ. ഞാൻ ശ്രീകുട്ടനെ എനിക്കിപ്പോൾ ഒരുപാടൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെയുള്ള സമയമാണെങ്കിൽ നമുക്ക് പ്രൊമോഷൻസൊക്കെ ഒരുപാട് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി പ്രൊമോഷൻ ചെയ്യുന്ന സമയം ഉണ്ടെങ്കിൽ ഇതൊരെണ്ണം കഴിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ ഞാൻ വൈകുന്നേരം ഡിന്നർ വരെ പിടിച്ചു വെക്കും. എനിക്ക് പിന്നെ ഇത്തിരി വെള്ളം കിട്ടിയാൽ മതി സിപ്പ് ചെയ്യാനായിട്ട്. അത്രയും എനിക്കിഷ്ടമാണ്, അത്രയും ഹെവിയാണ് കേട്ടോ. അപ്പോൾ അത് നിങ്ങൾ ആരെങ്കിലും ഡയറ്റ് ഉള്ളവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയൊക്കെ സംഭവം പൊളിയാണ്. എന്റെ പിള്ളേരോട് ഇവിടെ ഭാഗ്യം പിരി കൊണ്ടിട്ടുള്ള രാഷ്ട്രീയ വെളിവാക്കാൻ തയ്യാറാണോ വരിക? നമ്മുടെ ഫുഡ് കഴിക്കാൻ പോകണ്ട കാലത്തെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങളുടെ നാട്ടിൽ ആർക്കും ചോദിച്ചത് കമന്റ് ചെയ്യാന്നല്ല കേട്ടാ. എന്നാലൊക്കെ നാട്ടുകാരെന്ന് അറിയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിലിപ്പോ SG മുന്നോട്ട് നിൽക്കുന്നു. നല്ലൊരു നിമിഷല്ലേ, നല്ല ഉദ്വേഗജനകമായ ഭാഗ്യനെ ഒന്നും പറയില്ല. ഭാഗ്യന്റെ അതിൽ ലൈറ്റിരിക്കുക. കാരണം മറ്റൊന്നും അവിടെ എത്രയാ നോക്കുന്നു, ഇവിടെ എത്രയാ നോക്കുന്നു. എന്നുള്ള പരാതിയാണ് കേട്ടോ. ഇതിൽ വെള്ളം നിറച്ചിടുമ്പോൾ ഞാൻ ഇതിൽ ചാടണില്ല, ഇതിൽ കുളിക്കണില്ല, ഇതിനെ വേണ്ട രീതിയിൽ യൂട്ടിലൈസ് ചെയ്യണില്ല എന്ന്. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് ഇതിലൊന്ന് ഇറങ്ങാമെന്ന്. ഒരുപാട് നാളായിട്ട് ഞാൻ ഇതിൻ്റെ 7 അയലക്കത്തേക്ക് പോയിട്ടില്ല. എനിക്ക് വെള്ളം പേടിയാന്ന് ഇപ്പോഴാണ് മനസ്സിലായി. സ്വിമ്മിംഗ് പൂള് പണിതിട്ട് നമ്മളിപ്പോ വീട്ടില് 2 വർഷമാവാറായി. ഒരിക്കൽ പോലും ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഒരിക്കൽ വൃത്തിയാക്കാൻ പോലും ഞാൻ ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല. ഇതിന്റെ ഉള്ളിലേക്ക് വല്ലതും വീണാൽ മതി ഞാൻ ശ്രീകുട്ടനോട് പറയെടുത്ത് തരാം. പേടിച്ചിട്ടൊന്നല്ല കേട്ടോ. എനിക്ക് വെള്ളത്തിൽ അലർജിയാന്ന് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ ഡെയിലി കുളിക്കാറുണ്ട്. വെള്ളത്തിലല്ലട മണിയാണ് ഞാൻ ഇങ്ങനെ ഇതാണ് എന്റെ മാക്സിമം. പക്ഷെ ഇന്ന് എനിക്കിതിൽ ഇറങ്ങണം എന്നാണ് ആഗ്രഹം. കുളിക്കാൻ പോവാ. നമ്മുടെ വീടിന് ചുറ്റും ഒരു വയനാടൻ ടച്ച് ഉണ്ടല്ലേ, സ്വിമ്മിംഗ് പൂളും തൊട്ടപ്പുറത്ത് കാടും ഒക്കെ ആയിട്ട്. ഇനി ഇതിൽ മുങ്ങി കുളിക്കുന്നതാണ് നമ്മുടെ അടുത്ത കുറച്ചു നേരം നിങ്ങൾ കാണാൻ പോകുന്നത് കേട്ടാ. പൊതുവെ എനിക്ക് ഈ വെള്ളം പേടിയാന്ന് ഇപ്പോഴാ മനസ്സിലായടാ. ഇവിടെ പടക്കമൊക്കെ പൊട്ടുന്നുണ്ട്. 2 വർഷമായി നമ്മളിത് 2 വർഷമായി നമ്മൾ വീട്ടിലേക്ക് വന്നിട്ട് ഒരു 2-2.5 വർഷമായി ഇത് പണിത്. ഞാൻ ഒരു വട്ടം പോലും ഇതിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിയിട്ടില്ല കേട്ടാക്കി. എന്താണ് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല, വെള്ളത്തിന്റെ പേടിയാ. അല്ല പണിത് തുടങ്ങിയിട്ട് കുറച്ച് നാളായില്ലേ, അത് കാരണം കൊണ്ട് എനിക്ക് പേടിയൊന്നുമില്ല വെള്ളത്തിന്റെ. പക്ഷെ എനിക്ക് നല്ല ഇറങ്ങാത്തവരെ തോന്നിയിട്ടില്ല. അങ്ങനെ ഒരു എല്ലാവർക്കും ഒരു ത്വര ഉണ്ടാവില്ല, അതെനിക്കില്ല. പക്ഷെ ഇന്ന് എനിക്ക് എന്താണ് ശ്രീകുട്ടൻ വിളിച്ചപ്പോ ഒരു മനസ്താപം. ഇത്ര നാളായിട്ട് ഞാനത് എക്സ്പ്ലോർ ചെയ്തു. അപ്പൊ ശ്രീകുട്ടന് ചേട്ടൻ ചാടാൻ പോവാ. കച്ചറായിട്ട് നിനക്ക് ഞാൻ നോക്കാം. അമ്മേ പഠിച്ചു. അയ്യോ ഭാഗ്യം വെള്ളം പകുതി പോയി. ഇവിടൊക്കെ പോയി, ഇവിടെയൊക്കെ വെള്ളം പോയി. ശ്രീകുട്ട ശരിക്കും പഠിച്ചു കൂട്ടാ നീന്തല്. എന്നാലും പ്രാക്ടീസ് ചെയ്യണേ.
അവര് തല പൊന്നില്ല ചേട്ടാ. പ്രവാസ ലോകത്തിൽ ഏറ്റവും അധികം മിസ് ചെയ്യുന്നത് ഈ കാഴ്ചകളാവുമെന്ന് തോന്നാറുണ്ട് കേട്ടോ എനിക്ക്. അതാന്ന് തോന്നുന്നു നമ്മുടെ വ്ളോഗിൽ ചേച്ചിമാർ താഴെ കമൻറ്റ് ചെയ്യുന്നുണ്ടാറുണ്ട്, ചേട്ടന്മാരൊക്കെ കമൻറ്റ് ചെയ്യാറുണ്ട്. ശ്രീയുടെ വ്ളോഗിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ആ പ്രകൃതിയാണെന്ന് പറയാറുണ്ട് കേട്ടോ. സ്വർഗത്തിലാണ് ജീവിക്കണമെന്നൊക്കെ പറയാറുണ്ട്. സത്യമാണ് കേട്ടോ. നമ്മൾ സത്യം പറഞ്ഞാൽ ഞാൻ വേണ്ടത്ര രീതിയിൽ നമ്മുടെ നാടിനെ എക്സ്പ്ലോർ ചെയ്യണില്ല എന്നുള്ളൊരു പരാതി എനിക്ക് പൊതുവേ ഉണ്ട്. കാരണം അത്രയും ഭംഗിയാണ് നമ്മുടെ നാട് കാണാൻ വേണ്ടിയിട്ട്. ഞാൻ കുറച്ച് സ്ഥലങ്ങളായിട്ട് നിങ്ങൾക്ക് അപ്പോഴപ്പോഴൊക്കെ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. മഴയൊക്കെ പെയ്ത് കഴിഞ്ഞെങ്കിലും അത്യാവശ്യം നല്ല ചൂടുള്ള ഒരു ദിവസമായിരുന്നു അന്ന് കേട്ടോ. മുകളിൽ നിന്ന് താഴത്തേക്ക് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. സ്വിമ്മിംഗ് പൂളൊക്കെ നല്ല ഭംഗിയിൽ കഴുകി വൃത്തിയാക്കിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് ഒരുപാട് വലുപ്പമില്ല കേട്ടോ. ആക്ച്വലി നമ്മളത് സ്വിമ്മിംഗ് പൂളായിട്ട് ചെയ്തതല്ല. നമുക്ക് താഴെ കാണുന്നത് നമ്മുടെ കൃഷിസ്ഥലമാണ്. അവിടേക്ക് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഡ്രിപ്പ് ഇറിഗേഷനാണ് നമ്മൾ ചെയ്യാറുള്ളത്. അപ്പോൾ ഇതിൽ കുളി കഴിഞ്ഞിട്ടുള്ള വെള്ളം ഡ്രിപ്പ് ഇറിഗേഷനായിട്ട് താഴത്തേക്ക് പോകും. അപ്പോൾ രണ്ടുണ്ട് കാര്യം എന്ന് പറയില്ലേ, അതാണ് കേട്ടോ ഇതിൻ്റെ ഒരു പർപ്പസ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ശ്രീകുട്ടൻ നീന്തൽ പഠിച്ചുട്ടാ. അതായത് കുറേ നാളത്തെ പ്രയത്നത്തിന് ശേഷമല്ലേ ശ്രീകുട്ട. അതായത് ഇവനെ നീന്തൽ പഠിപ്പിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവൻ ആദ്യം ഞാൻ മുങ്ങി കിടക്കാനൊക്കെ പഠിപ്പിച്ച ഒരു ഡ്രിമ്മില്. കാരണം നമ്മളുടെ ഇവിടെ ഈ ഗ്രാമത്തിലാവുമ്പോൾ പുഴ, കുളം, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ എന്തായാലും നീന്തൽ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം ഞാൻ 200 ലിറ്ററിൻ്റെ വെള്ളത്തിൻ്റെ ഡ്രിമ്മിൽ ഇങ്ങനെ അവനെ പിടിച്ച് വെക്കാം, മുങ്ങി കിടക്കാൻ പഠിപ്പിച്ചു. എന്തോരം നേരം മുങ്ങി കിടക്കാന്നുള്ളത് നോക്കി. അതാണ് തുടക്കം ശ്രീകുട്ടൻ്റെ. അത് കഴിഞ്ഞ് കുറേശ്ശെ വെള്ളം വെള്ളത്തിൽ കയ്യിൽ നിർത്തി. അത് നമുക്ക് വളരെ പെട്ടെന്ന് പഠിക്കാവുന്നുള്ളൂ കേട്ടോ. പക്ഷെ നമുക്ക് നേരം കിട്ടുമ്പോഴൊക്കെയാണ് അവനെ ഇറക്കുള്ളൂ. പിന്നെ ഒരു ദിവസം ഇറങ്ങി പിറ്റേ ദിവസം പനിയാ. പിന്നെ ഈ ഷോളൊക്കെ ഉപയോഗിച്ചിട്ടേ ഷോളിൽ പിടിച്ചിട്ട് ഇതിങ്ങനെ നീന്തിപ്പിക്കും. അങ്ങനെയൊക്കെയാണ് പഠിച്ചു കഴിഞ്ഞ് ഇപ്പൊ ശ്രീകുട്ട പുലിയായി. ഏട്ടനാരാ നീന്തൽ പഠിപ്പിച്ചേട്ടാ? എന്നെ നീന്തൽ പഠിപ്പിച്ചല്ല. മാമന്റെ വീട്ടില് നൂലുവള്ളി പോകും. അപ്പൊ അവിടെ ഒരു തോടുണ്ട്. ആ തോട്ടിൽ പിള്ളേരെ നീന്തൽ അറിയണവരും അറിയാത്തവരൊക്കെ പോയി കളിക്കും. അങ്ങനെ കുറേശ്ശെ വെള്ളമുള്ള സ്ഥലം, വെള്ളമില്ലാത്ത സ്ഥലമൊക്കെ ഇട്ട് അങ്ങനെ പോയി പഠിച്ച. അങ്ങനെ ഒരുവിധം ഞാൻ പഠിച്ചു എന്ന് കണ്ടപ്പോ മാമന്റെ മോൻ കുറെ വെള്ളമുള്ള ഒരാഴത്തിലേക്ക് തള്ളിയിട്ട് വന്നു. പിന്നാലെ അവരും ചാടിയായിരുന്നു. ഞാൻ നീന്തി. സന്ദീപേട്ടൻ അവിടെ ഞാൻ നീന്തി. അവരുടെ കൂടെ തോട്ടി പോയിട്ട് ഞാൻ നീന്താൻ പഠിച്ചത്. നമ്മളിപ്പോഴും അത് ഓർമ്മിക്കണില്ലേ ശ്രീകുട്ട? ശ്രീകുട്ടനെ അങ്ങനെ പറയാ, അച്ഛൻ നീന്തൽ പഠിപ്പിച്ചു. തല കുത്തി ചാടണം, നെഞ്ഞു കുത്തിട്ടല്ലേ ചാടണ്ടേ? ഇനി എന്തായാലും കുളിക്കും. അവിടെ ഇറങ്ങാം. എന്നാലും Every night in my dreams, every night in my നീന്തൽ എനിക്ക് അറിയില്ല ഗൈസ്, അല്ലെങ്കിൽ ഞാൻ നീന്തിയാണ് ഗൈസ്. ബാക്കിയുള്ളതായിട്ടില്ല. ഇവിടെ നമുക്കൊരു പടിയുണ്ട്. അതായത് ഇവിടെ എത്ര അടി കേട്ടാ? ഇവിടെ ഒരു 4 അടി 3.5 അടി ഹൈറ്റുള്ളൂ വെള്ളത്തിന്. പക്ഷെ ഇവിടുന്ന് ഇങ്ങടെ ഇറങ്ങിയാ ഇങ്ങനെ പോകും. കുഞ്ഞിനെ നീന്തറിയാ? കുഞ്ഞിനെ നീന്തല് പഠിച്ചതാ? കുഞ്ഞിനൊരു കുളത്തിയെ പോയിട്ട് നീന്തല് പഠിച്ചതാ? പഠിക്കണ്ട, വെള്ളം പാകത്തിനാക്കാം. ഫസ്റ്റ് ഡേ അതിന്റെ. അയ്യോ, എന്നാലും എനിക്ക് ഇതിന്റെ ഉള്ളിലേക്ക് ഇങ്ങനെ ഞാൻ പഠിക്കാം.
ഞാൻ പിടിക്കാം. ആദ്യം വെള്ളത്തിനോടുള്ള പേടി മാറണം. പൊന്നിക്ക് കാല് കിടന്നിട്ട് ഇങ്ങനെ കാണാട്ടോ അവിടെ ആരോടാ? ഒന്നില്ല. അത് നീ ഇവിടെ ഇങ്ങനെ പിടിച്ചിരുന്നിട്ടല്ലേ? കൊന്നന്റെ കാല്. ഈ സോഷ്യൽ മീഡിയയിലൂടെ പലപ്പോഴും നമ്മൾ കാണുന്നത് ഒരു വ്യക്തിയുടെ പകുതി മുഖം മാത്രമായിരിക്കും കേട്ടോ. ആക്ച്വലി ഇത് എൻ്റെ വിയേഡായിട്ടുള്ള വേറൊരു മുഖമാണ്. ഞാൻ ഭയങ്കര അലമ്പാണ് കേട്ടോ. അലമ്പെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചെറിയ കുട്ടി ശ്രീകുട്ടനേക്കാളും ചെറിയ കുട്ടികളുടെ പോലെയാണ് ചില നേരത്തെ എൻ്റെ ഇതൊക്കെ. ഞാൻ പക്ഷേ എഡിറ്റ് ചെയ്യുമ്പോഴാണ് അത് ശ്രദ്ധിക്കുന്നത്. പിന്നെ ഞാനത് എഡിറ്റ് ചെയ്തില്ല, അങ്ങനെ തന്നെ അങ്ങോട്ട് ഇട്ടു. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എനിക്കിങ്ങനെ ഒരു ജാതി അഗ്രസീവ് എന്ന് പറയാൻ പറ്റില്ല, അങ്ങനെ അലയ്ക്കുന്ന ഒരു തരം സ്വഭാവം ഉണ്ടല്ലോ. അതായത് ഓളിയിട്ട് വർത്താനം പറയുന്ന, പരിസരം മറന്ന് ചിരിക്കുന്ന അങ്ങനെ ഒരു ഞാനുണ്ട്. അതെല്ലാവർക്കും അറിയാം. എന്നെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന എല്ലാവർക്കും അറിയാം. ഞാൻ ഉറക്കെയാണ് സംസാരിക്കുക. ഞാൻ എൻജോയ് ചെയ്യുന്ന എൻ്റെ ആ ഒരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, ഇപ്പോൾ കുറേയൊക്കെ ഫിൽട്ടർ ചെയ്യാൻ പഠിച്ചു തുടങ്ങി. കുറേ ബന്ധങ്ങളൊക്കെ ഫിൽട്ടർ ചെയ്ത് പല പാഠങ്ങളിലൂടെയും ഫിൽട്ടർ ചെയ്ത് നമ്മൾ പഠിച്ചു തുടങ്ങി പല കാര്യങ്ങളും. പക്ഷേ എൻ്റെ ചുറ്റുപാടെന്ന് പറയുമ്പോൾ നമ്മുടെ അച്ഛനമ്മ, ചേട്ടൻ, ചേച്ചി, അവരുടെ ഇടയിൽ ഞാൻ ഭയങ്കര അലമ്പാണ്. ഭയങ്കര എന്താ പറയുക, ഭയങ്കര ഓളിയിട്ട് സംസാരിക്കുന്ന ഒരാളാണ്. അപ്പം അങ്ങനത്തെ കുറച്ച് ഭാഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ എൻ്റേതായ ആ ലോകത്തേക്ക് ചെന്നപ്പോൾ അവിടുത്തെ കുറച്ച് കാഴ്ചകൾ, ഇങ്ങനെ ഒരു ഞാനുണ്ടെന്ന് നിങ്ങൾ അറിയണമല്ലോ. ഭയങ്കര സൈലൻ്റായിട്ടും, അല്ലെങ്കിൽ സൈലൻ്റായിട്ടൊന്നും വർത്തമാനം പറയാറില്ല ഞാൻ, എന്നാലും ഭയങ്കര ആധികാരികമായിട്ട് സംസാരിക്കുന്ന സ്ത്രീയേക്കാൾ അധികം പൊട്ടത്തരങ്ങൾ കാണിക്കുന്ന ഒരു സ്ത്രീ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നമ്മുടെ ഉള്ളിൽ എല്ലാവരും ഉള്ളിലും ഉണ്ട് അങ്ങനെ ഒരു കുഞ്ഞ്. ഇടയ്ക്കിടയ്ക്കൊക്കെ അവസരങ്ങൾ കിട്ടുമ്പോൾ ആ കുഞ്ഞിനെ താലൂലിക്കാൻ നമ്മൾ മറക്കരുത്. എന്നാലാണ് നമ്മൾ പ്രായം കുറഞ്ഞ് നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആയിട്ട്, മനസ്സൊക്കെ നന്നായിട്ട് ചെറുതായി, നമ്മളും നമ്മുടെ ചുറ്റുള്ളവരൊക്കെ ഹാപ്പി ആയിട്ടിരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, എക്സ്പ്ലോർ അവർ വേൾഡ്, എൻജോയ് അവർ മൊമെൻറ്റ്സ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പരിപാടികളൊക്കെ അവസാനിച്ച് നമുക്ക് പതുക്കെ കയറിയാലോ. ഇലക്ഷൻ വാർത്തകൾ കേൾക്കണം, ഉച്ചയ്ക്ക് ഭക്ഷണം ഉണ്ടാക്കണം, വേണ്ട പണികളുണ്ട്. അവിടുത്തെ നീന്തിയോ? ഞാനും കയറാൻ പോവാ. വാർത്ത പഠിക്കണം. ഇനിയിപ്പോ വർഷക്കാലമായില്ലേ, വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് വരില്ലല്ലോ. അതൊക്കെ നീന്തൽ പഠിക്കണം. എങ്ങോട്ട് തന്നെ കേറ്, ഇനി ഇറങ്ങണ്ട കേട്ടാ. കണ്ണൊക്കെ ചോണോടി. കുറച്ച് നേരം ഒന്നല്ല കേട്ടോ വെള്ളത്തിൽ നിന്ന് കളിച്ചത്. നാളെ ശ്രീകുട്ടന് സ്കൂളിൽ പോകണം എന്നുള്ള കാരണം കൊണ്ടാണ് ഞാൻ വേഗം ചാടി കയറി പോകുന്നത്. അങ്ങനെ നമുക്ക് പതുക്കെ നമ്മുടെ ലഞ്ച് പ്രിപ്പറേഷനിലേക്കും കാര്യങ്ങളിലേക്കും കടക്കാം. അപ്പോഴാണ് നിങ്ങൾ എന്നോട് ചോദിച്ചൊരു ചോദ്യം എനിക്ക് ഓർമ്മ വന്നത്, സ്ത്രീ ഡ്രസ്സുകളൊക്കെ ഇവിടെ നിന്ന് എടുക്കണേടാന്ന്. നമ്മൾ ഇതുപോലത്തെ നൈറ്റികളൊക്കെ എടുക്കുന്നത് നമ്മുടെ ചാനലിലൂടെ പരിചയപ്പെടുത്തു ശ്രീ എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി ഞാൻ കുറച്ച് നാൾ മുമ്പ് വീഡിയോയിൽ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഇടുന്നത് എല്ലാതും നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. പുതിയ വ്യൂവേഴ്സാന്ന് തോന്നുന്നുണ്ട്, അതാ കൂടുതൽ അവർ ചോദിക്കണേ. പിന്നെ അത് ഇൻസ്പയർഡ് ആയിട്ട് നമ്മുടെ ചേച്ചി എനിക്കൊരു 4 തയ്ച്ചു തന്നു. അപ്പോൾ ചേച്ചി തയ്ച്ചത് ഞാൻ കാണിച്ചു തരാം. ഞാൻ ഈ ഉടുപ്പിട്ട് വന്നപ്പോഴേ ഈ ഉടുപ്പും അതുപോലെ തന്നെ നമ്മളുടെ വീട്ടിൽ നിൽക്കുന്ന അപ്പ ഉപ്പ ഡ്രസ്സുകളുണ്ടല്ലോ, നമ്മുടെ കൂതറ ഡ്രസ്സുകളൊക്കെ മാറ്റി വന്നപ്പോൾ കുറെ ആൾക്കാർ ഇങ്ങനെ ചോദിച്ചു കേട്ടോ, ശ്രീ ഭയങ്കര മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടാണല്ലോ ഇപ്പോൾ വരാറെന്നുള്ള കാര്യം. മേക്കപ്പ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ണും പൊട്ട് എഴുതൽ മാത്രമേ നമ്മൾ ചെയ്യാറുള്ളൂ കേട്ടോ. പിന്നെ മേക്കപ്പ് ഒന്നും ചെയ്യാറില്ല. പണ്ട് അത്രയും കൂടി ചെയ്യാറില്ലായിരുന്നു. ആ തിരക്ക് പിടിച്ച ആ ഓട്ടത്തിൻ്റെ ഇടയിൽ നമ്മളിങ്ങനെ എന്താ പറയുക, ഒന്ന് പ്രസൻറ്റബിൾ ആവാൻ മറന്നു പോയായിരുന്നു. ഇപ്പോൾ കുറച്ച് സമയമൊക്കെ ഉണ്ട്, അതുകൊണ്ട് കണ്ണും പൊട്ടൊക്കെ എഴുതണമെന്ന് മാത്രം കേട്ടോ, അത്രേ ഉള്ളൂ കേട്ടോ. അല്ലാതെ ഒരുപാട് മേക്കപ്പ് ചെയ്ത് ബ്ലഷ് അടിച്ച് കോണ്ടൂർ ചെയ്ത് അങ്ങനെയൊന്നല്ലല്ലോ നമ്മൾ തന്നെ. പൊട്ട് കുത്തലും കണ്ണെഴുതലും ലിപ്സ്റ്റിക് ഇടലും ഒരു മേക്കപ്പിൽ കൂട്ടാൻ പറ്റുമോ? അല്ല, അതും ചെയ്യാത്ത ആൾക്കാർക്ക് ചിലപ്പോൾ അത് മേക്കപ്പ് ആവാം അല്ലേ. പിന്നെ ഉടുപ്പുകൾ എന്ന് പറയുമ്പോൾ എനിക്ക് ചേച്ചി പുതിയതായിട്ട് തയ്ച്ചു തന്നാൽ 2-3-4 ഉടുപ്പുകളുണ്ട്. ഇപ്പം അതാണ് സ്ഥിരമായിട്ട് ഇടുന്നത്. ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും ആ ഉടുപ്പുകളല്ലേ. അപ്പോൾ കുറെ ആൾക്കാർ ചോദിക്കാറുണ്ട് ശ്രീ ഉടുപ്പ് ഇടുന്നത്. ഉടുപ്പ് എനിക്ക് ചേച്ചി തയ്ച്ചു തന്നതാണ് കേട്ടോ. 3 കൂടി ഉണ്ട്. മഴ പെയ്തു. 3 കൂടി ഉണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് ഒരു ഉടുപ്പ് കേട്ടോ.
എനിക്ക് മോഡലിങ് ഭയങ്കര ഇഷ്ടമുള്ള പരിപാടിയാണ് കേട്ടോ. ഇതുപോലെ ഇങ്ങനെ ഈ അഭ്യാസങ്ങളൊക്കെ കാണിക്കല്, ചിരിക്കല്, കളിക്കല്, അങ്ങോട്ട് തിരിഞ്ഞിക്കല് ഇങ്ങോട്ട് തിരിഞ്ഞാലൊക്കെ ഇഷ്ടമുള്ള പരിപാടിയാണ്. പിന്നെ നമ്മുടെ ഹൈറ്റ് നമുക്ക് ഇതിൽ കുറച്ച് അധികമായ കാരണം കൊണ്ടേ ആ സ്യൂട്ട് നമുക്ക് അങ്ങോട്ട് ആ ഒരു പ്രൊഫഷൻ നമുക്ക് സ്യൂട്ട് ചെയ്യില്ല എന്ന് തോന്നി. അത് കാരണം കൊണ്ടാണ് അത് ഒഴിവാക്കിയത് കേട്ടോ. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഈ ഒരു നൈറ്റിനെ കുറിച്ചിട്ടാണ്. നൈറ്റ് നമ്മൾ കല്യാണിയിൽ നിന്ന് മെറ്റീരിയൽ എടുത്തിട്ട് നമ്മുടെ ചേച്ചി ഉണ്ടല്ലോ സുജ എനിക്ക് തയ്ച്ചു തന്നതാണ് കേട്ടോ. അപ്പോൾ ഇതിനിപ്പോൾ നിങ്ങൾ ഞാനിടുന്നതും കുഞ്ഞിനിടുന്നതും അമ്മ ഇടുന്നതും ചേച്ചി ഇടുന്നതായിട്ടൊക്കെ കാണും. ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരേ അളവാണ്. ഒരു ഹക്കോബയുടെ മെറ്റീരിയൽ വെച്ചിട്ടാണ്. അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട, നിങ്ങൾ ആ ഡ്രസ്സിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ആക്ഷൻസുകളും അതുപോലെ തന്നെ ഈ വക കാട്ടായങ്ങളൊക്കെ പലതും കാണും. അതതുപോലെ തന്നെ കിടക്കട്ടെ, ഒരു എൻ്റർടൈനിങ് ആയിട്ടില്ല. അല്ലാണ്ട് വെറുതെ ഒഴുക്കിൽ ഭയങ്കര പ്രൊഫഷണലായിട്ട് പോയിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ഭയങ്കര ബോറടിക്കൂടോ വ്ളോഗ് കാണാനായിട്ട് എനിക്ക് അടിക്കാറുണ്ടെന്നേ. അപ്പോൾ ഹക്കോബയുടെ മെറ്റീരിയൽ ഇല്ലേ അത് നെക്കിൽ കൊടുത്തിട്ടുണ്ട്. അതാണ് ആദ്യത്തെ ഒരു എന്താ പറയുക ഇൻഡിഗോ കളറിലൊക്കെ വരുന്നത്. സെക്കൻഡ് വൺ ഇതാണ് കേട്ടോ. ഇത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താ പറയുക ഇതിൻ്റെ മെറ്റീരിയൽ തന്നെയാണ്. കോട്ടൺ ആണ്, നൈറ്റി തുണി കൊണ്ടാണ് നമ്മൾ മേടിച്ചിട്ട് തയ്പ്പിച്ചിട്ടുള്ളത്. കല്യാണിയിൽ നിന്നാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. കല്യാണിലേക്ക് പോയ വീഡിയോ ഒക്കെ ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിൻ്റെ കഴുത്ത് എല്ലാത്തിൻ്റെയും വ്യത്യസ്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കഴുത്ത് എന്ന് പറയുന്നത് ഇതുപോലത്തെ ഒരു കഴുത്താണ്. സൈഡിലേക്ക് അങ്ങനെ അങ്ങോട്ട് അത് എന്താ പറയുക ലാസ്റ്റ് ഇത് പോയിട്ട് ഇതാ നമ്മുടെ ആ ഒരു ആംപ്രിറ്റ് വരെ നമ്മളത് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു മെറ്റീരിയലാണ് കേട്ടോ. അടിയിൽ ഇതുപോലെ ഫ്രില്ലൊന്നും കൊടുത്തിട്ടില്ല, പകരം ചെയ്തിട്ട് സ്ലിറ്റാണ് കൊടുത്തിരിക്കണം. ഭയങ്കര കംഫർട്ടബിൾ ആണ്. നമുക്ക് ഇനിയിപ്പോൾ ഇത്തിരി കുമ്പയുണ്ടെന്നൊക്കെ വിചാരിക്കുക. ഇതൊന്നും ഇട്ടിട്ടുണ്ടെങ്കിൽ അറിയില്ലടാ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതൊക്കെ ഇട്ടിട്ടേ അത്യാവശ്യം പുറത്തേക്കൊക്കെ പോവാം. ശ്രീകുട്ടനെ സ്കൂളിലേക്ക് കൊണ്ടുവിടാനും അതുപോലെ തന്നെ ഇവിടെ പൗണ്ടിൻ്റെ അവിടേക്ക് പച്ചക്കറികൾ മേടിക്കാൻ പോകുമ്പോഴും അല്ലെങ്കിൽ പലചരക്ക് മേടിക്കാൻ പോകുമ്പോഴും ഒക്കെ ഞാനിത് തന്നെ ഇടുന്നത്. എനിക്കാണെങ്കിൽ ഇത്തിരി ഭംഗിയുള്ള ഡ്രസ്സ് കണ്ടിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് ഇടാൻ തോന്നുകയില്ല. അതിനിപ്പോൾ വീട്ടിലിടുന്നതാന്ന് പറയട്ടെ, ഞാനത് ഇടുകയില്ല എന്നുള്ള മട്ടിലാണ് കേട്ടോ. ഇപ്പം റീസെൻ്റ്ലി നമ്മൾ ഈ വീട്ടിലേക്ക് വന്നപ്പോഴാണ് ഭാഗ്യനൊക്കെ പറഞ്ഞാണ് ഞാൻ ഇത്തിരിയെങ്കിലും നല്ല രീതിയിൽ പ്രസൻറ്റബിൾ ആവാൻ തുടങ്ങി. അപ്പോൾ ആൾക്കാർ പറയുന്നു തുടങ്ങി ഭയങ്കര മേക്കപ്പാണ്, പണ്ട് ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, കാശുണ്ടായി വീട് പണിതു, അങ്ങനെയുള്ള കമൻറ്റുകളും വരാൻ തുടങ്ങി. പിന്നെ എല്ലാത്തിനും നമ്മൾ പ്രതികരിക്കാൻ നിന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രതികരിക്കാനേ സമയം ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് അങ്ങനെയല്ല, നമ്മൾ നല്ല ഡ്രസ്സുകൾ കിട്ടിയിട്ട് അത് ഇടുമ്പോൾ നമ്മൾ നല്ല പ്രസൻറ്റബിൾ ആയിട്ട് ഇപ്പോൾ നിൽക്കാറുണ്ടെന്ന് മാത്രം. അറ്റ്ലീസ്റ്റ് ചേച്ചി തയ്ച്ചെന്ന ഉടുപ്പുകളൊക്കെ ഇട്ടിട്ട്. ഇതാണ് പിന്നൊരു ഉടുപ്പ് കേട്ടോ. ആക്ച്വലി കണ്ട ഇത് കുറച്ചും കൂടി ലൂസായിട്ട് അടിയിലൊരു ഫ്രില്ല് വരുന്ന രീതിയിലാണ്. കോട്ടൺ തന്നെയാണ്. ഇതൊരു പിങ്കുമ്മ കുറച്ച് മജന്ത പൂക്കൾ വരുന്നതാണ് കേട്ടോ. ശ്രീകുട്ടനാണ് എൻ്റെ ക്യാമറമാൻ. ശ്രീകുട്ടനാണ് ക്യാമറ താത്തുന്നതും പൊക്കുന്നതും ഒക്കെ. അപ്പോൾ അമ്മ മുടി ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ആളത് ശരിയാക്കി തന്നു. ലാസ്റ്റ് വൺ മോസ്റ്റ് ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിങ്ങനെ കയ്യിൽ ഫ്രില്ല് വന്നിട്ട് അതുപോലെ തന്നെ ഒരു ലേസൊക്കെ നെക്കിൻ്റെ അവിടെ പിടിപ്പിച്ചിട്ടുള്ളത്. നെക്കിൻ്റെ അവിടുത്തെ ലേസൊക്കെ ചേച്ചി ഫെജിന്ന് മേടിച്ചതായിരുന്നു. ഞാനും ചേച്ചിയും കൂടി പോയിട്ടാണ് മേടിച്ചത്. എക്സ്പ്രഷൻസിൻ്റെ അഭിഷേകമാണ് ഇല്ലേന്ന്. അങ്ങനെ നമ്മുടെ ഡ്രസ്സുകളൊക്കെ അതായത് ഇനിയിപ്പോൾ നിങ്ങൾ പറഞ്ഞില്ലേ ഈ ഡ്രസ്സുകളൊക്കെ ഇടുമ്പോൾ കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട് നമ്മളെ. ഇനിയിപ്പോൾ നിങ്ങൾ ആരെങ്കിലും എന്നെ വീട്ടിൽ വരുന്നവർക്കറിയാം. വീട്ടിൽ വന്ന് കാണുകയാണെങ്കിൽ അയ്യോ ലോകത്തില്ലാത്ത കൂതർ ലുക്കിലാണ് ഞാൻ നിൽക്കുന്നുണ്ടാവുക. ചിലപ്പോൾ ഒരു കയ്യിൽ കൈക്കൂട്ടും അടുത്ത കയ്യിൽ കൊട്ടയും വട്ടിയും ഒക്കെ ആയിട്ട് നിൽക്കുന്നുണ്ടാവും. അത് കാരണം കൊണ്ട് ക്യാമറയുടെ മുമ്പിൽ മാത്രമേ നമ്മളിപ്പോൾ പ്രസൻറ്റബിൾ ആവാറുള്ളൂ. അത് പല സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ അങ്ങനെയൊക്കെ തന്നെയാവുമെന്ന് പ്രതീക്ഷിക്കണം. അപ്പോൾ നമ്മുടെ ഡ്രസ്സിൽ ഏറ്റവും അധികം ഇഷ്ടപ്പെട്ടത് ഏതാണെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലത്തെ ഡ്രസ്സിൻ്റെ മെറ്റീരിയൽ എടുത്തു കൊടുത്തിട്ട് വീടിൻ്റെ അടുത്തുള്ള ചേച്ചിമാരോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അടിപൊളിയായിട്ട് വീട്ടിലൊക്കെ അടിപൊളി നൈറ്റൊക്കെ ഇട്ട് നിൽക്കാടാ. എനിക്ക് തോന്നുന്നു 250-300 രൂപയാണ് തയ്പ്പ് കൂലി. അതിനേക്കാളും നല്ലത് ഇപ്പോൾ ഒരുപാട് ഓൺലൈൻ സൈറ്റുകളിൽ നിന്ന് മേടിക്കുന്നതായിരിക്കും. പക്ഷേ നമ്മുടെ ഇഷ്ടത്തിനും അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള മെറ്റീരിയലുകൾ എടുത്ത് കൊടുക്കുമ്പോഴാണ് അവരുടെ കയ്യിൽ നിന്ന് ഓൺലൈനിൽ മേടിക്കുമ്പോൾ ലിമിറ്റഡ് ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോൾ കല്യാണങ്ങളിലൊക്കെ അല്ലെങ്കിൽ ഏതെങ്കിലും നമ്മുടെ തുണിക്കടകളിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കോട്ടൻ്റെ അടിപൊളി ഹീരാമന്തി ഇത് നടത്താൻ ഞാനൊന്ന് ട്രൈ ചെയ്ത് നോക്കിയതാണ്. അടിപൊളി ഡ്രസ്സുകൾ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കി സംഭവം കിടുവാണ്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ചേച്ചി നമുക്ക് തയ്ച്ചു തന്ന ഡ്രസ്സുകൾ. മുരിങ്ങല മാങ്ങ പൊട്ടിക്കാൻ പോകണം നമ്മുടെ സ്വന്തം തോട്ടത്തിൽ. മുരിങ്ങ ഉണ്ടായി വരുന്നുള്ളൂ. അപ്പോഴേക്കും മുരിങ്ങല വേണമെന്ന് പറഞ്ഞപ്പോൾ പിന്നെ അടിയിലത്തെ 5-6 പൊട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു കറി വയ്ക്കും. പിന്നെ മാങ്ങ നമ്മുടെ വീട്ടിൽ കുറേ ഉണ്ട്. ഇപ്പം തൽക്കാലം പൊട്ടിക്കണം. പിന്നെ കൂടുതൽ പൊട്ടിച്ച് കടയിൽ കൊണ്ടുപോയി വിൽക്കണം. വിൽക്കലാണ് പ്രധാനം. വെറുതെ നശിപ്പിച്ച് കളഞ്ഞിട്ടുള്ള കാര്യം കുറേ വീട് വെറുതെ കിളികൾ നിന്നോട്ടെ എന്ന് വിചാരിച്ച് നിർത്താനാണ്. പക്ഷെ കിളി 2 കൊത്ത് കുത്തുമ്പോഴേക്കും മാങ്ങ താഴെ വരും. അപ്പോൾ അതവിടെ മാത്രമല്ല നന്നായിട്ട് ഈച്ചയും വരിക മാങ്ങ അങ്ങനെ താഴെ വീണിട്ടെ. അവിടേക്കല്ല നമ്മുടെ കടയിൽ നടക്കും മുകളിലേക്ക് പോവാം നമുക്ക്.
ഓ എന്തൊരു ഭംഗിയ മുത്ത ആകാശം കാണാൻ നോക്കൂ മുത്ത. നീലാകാശം പീലി വിടർത്തും പച്ചത്തെങ്ങോല. പാട് പാട് മുത്ത. അറിയില്ല, മറന്നുപോയി. അരളിപ്പൂവിന്റെ ആ പാടിന്റെ അല്ലേ അത്? ബാക്കിയല്ലത് അരളിച്ചെടി തന്നില്ല തന്നടിയിൽ അരിമക്കിങ്ങിനി പോലെ പല പല നാളുകൾ ഞാനൊരു പുഴുവായി പവിഴപ്പുറ്റിലിറങ്ങി. എനിക്ക് അച്ചാറ് ശ്രീകുട്ടന് അച്ചാറ് ഇട്ട് കൊടുക്കാനായിട്ട് പച്ച കെട്ടിയാ നല്ലതാ മൂത്ത. ഇവിടെയൊക്കെ നിറച്ചു നിക്കണ മൂത്ത. അത് ശ്രീകുട്ടന് അമ്മ മീൻ വെക്കാനായിട്ട് ഒരെണ്ണം ചോദിക്കുമ്പോ പെട്ടെന്ന് പൊട്ടിക്കാൻ പറ്റുന്നല്ലോ ശ്രീകുട്ട. നോട്ടെ കിട്ടിയോ മൂത്ത? നോക്കട്ടെ. അടിപൊളി. അച്ഛൻ പൊട്ടിച്ച പറയാ. അച്ഛൻ ഒരെണ്ണം പൊട്ടിക്കാൻ കൊടുക്ക കേട്ടാ. അത് പൊട്ടിക്കാനാ പറഞ്ഞു. അയ്യോ ചേനച്ചതായി പഴുത്ത കടിച്ച. അയ്യോ കാര്യമില്ല മുത്ത. പച്ചില്ല അല്ല മുത്ത. മതി മതി മതി. മാങ്ങയൊക്കെ കടയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാശ് കൊടുത്ത് മേടിക്കേണ്ടി വരും. അതിനേക്കാളും മുന്നേ വീട്ടിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ മൂവാണ്ടൻ. 2 മൂവാണ്ടനാണ് ഉള്ളത് നമുക്ക്. ഒരെണ്ണം നമ്മുടെ മുറ്റത്തിനോട് ചേർന്ന്, അതായത് നമ്മുടെ അടുക്കളയോട് ചേർന്ന് നിൽക്കുന്നത്. ഇത് ഞാൻ എല്ലാ കൊല്ലവും പറയാറുണ്ട്. ഇത് വെട്ടാൻ പോയതായിരുന്നു ഭാഗ്യൻ. പിന്നെ ഞാൻ കരഞ്ഞ് കാല് പിടിച്ചിട്ടാണ് ഇപ്പോൾ വെട്ടാണ്ട് നിൽക്കുന്നത്. കാര്യം അതിൻ്റെ ഇല വീണിട്ട് കണ്ട ടെറസിൻ്റെ മുകളിൽ വൃത്തികേടാണ് കണ്ട. എന്നാലും ഞാൻ പറയും ഭാഗ്യം അത് വെട്ടല്ലേന്ന്. അപ്പോൾ നമ്മുടെ വീടിൻ്റെ അടുത്ത് എനിക്കൊരു കൂട്ടുകാരനെ പോലെ നിൽക്കുന്ന ഒരാളാണ് കേട്ടോ. പിന്നെ ഈ നിൽക്കുന്നത് ഒരു മൂവാണ്ടനാണ്. അതും നിറച്ച് വാങ്ങിയിട്ടായിട്ടുണ്ട്. നമുക്കിതൊക്കെ പൊട്ടിച്ചിട്ട് നാളെ അച്ചാറിടുന്നത് ഞാൻ കാണിച്ചു തരാട്ടാ. നാളത്തെ നെക്സ്റ്റ് വീഡിയോയിൽ. നാളെ ഞാൻ പറഞ്ഞു പോകും, വരലുണ്ടാവില്ല അല്ലേ. എന്തായാലും ഞാൻ വേഗം തന്നെ അടുത്ത വീഡിയോസ് ഇടാട്ടോ. നമ്മുടെ കമ്പ്യൂട്ടർ കേടായിട്ടിരിക്കുക, അത് കാരണം വീഡിയോസ് കുറച്ച് വൈകിയത്. മുരിങ്ങയില പൊട്ടിക്കാൻ പോവാ. മാങ്ങ പൊട്ടിക്കൽ കഴിഞ്ഞു. അപ്പൊ മുരിങ്ങയുടെ ഇല പൊട്ടിക്കാറായിട്ടില്ല. ശരിക്കും ചെറിയ തൈയാണ്. നമുക്ക് അത്യാവശ്യത്തിന് അത് തൈ കൊണ്ടുവരുന്നതും വെക്കുന്നതും ഒക്കെ ഞാൻ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് എടുത്തേ. നമ്മൾ മുരിങ്ങ കൃഷി ചെയ്യാ ചില സ്ഥലങ്ങളിൽ. അതായത് നമുക്കൊരു കാട്ടുപറമ്പ് ഉണ്ടായിരുന്നില്ലേ, അവിടെ വേറെ എന്ത് ചെയ്താലും ഇപ്പോൾ നനയ്ക്കാനൊക്കെ നമുക്ക് ബുദ്ധിമുട്ടാണ്. അവർക്ക് വെള്ളത്തിന്റെ പിന്നെ കുരങ്ങന്റെ ശല്യമുണ്ട്. പപ്പായ കൃഷി ചെയ്യാന്ന് വിചാരിച്ചു. പക്ഷെ കുരങ്ങൻ അതിന്റെ ഇല പോലും തരില്ല എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അവിടെ മുരിങ്ങ നടാൻ തീരുമാനിച്ചു. മുരിങ്ങ വഴുതനങ്ങ അത് ഒരു 80 സെന്റ് സ്ഥലമാണ്. നമ്മൾ നട്ട് കഴിഞ്ഞു. അത് നമ്മൾ മേടിക്കുന്നതൊക്കെ ഷൂട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഇപ്പൊ നമുക്ക് മുരിങ്ങല പൊട്ടിക്കാൻ പോകും. നമ്മള് ചെറിയ തൈ കയ്യിലത്ര അത് വലുതായത് കാണിച്ചു തരാട്ടാ. ഇത് നമ്മുടെ വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോയി. അത് കാരണം കൊണ്ട് ഞാൻ നമ്മുടെ കൃഷിയുടെ, അതായത് മുരിങ്ങയിലല്ലോടാ മുരിങ്ങക്കായ കൃഷിയുടെ വിവരങ്ങളും അതിൻ്റെ വിശദാംശങ്ങളും അടുത്ത വീഡിയോയിൽ ആഡ് ചെയ്യാം കേട്ടോ. അവർ വീണ്ടും നടാൻ പോകുന്നുണ്ട് പപ്പക്കായൊക്കെ. അപ്പോൾ അത് ആഡ് ചെയ്യാം. നല്ല വേനൽക്കാലത്ത് വെച്ചല്ലേട്ടാ. കൊറേ ആൾക്കാർ ചോദിക്കണ്ടേട്ടാ നമ്മുടെ ഇവിടെ സ്ഥലം കൊടുക്കാണ്ടോന്ന്. ഭാഗ്യന്റെ നമ്പർ അവിടെ കൊടുക്കാൻ നിങ്ങൾ ഭാഗ്യനെ വിളിച്ചോട്ടാ. അത് അപ്പോഴും ബിസിനസ് തന്നെ ലക്ഷ്യം. അത് ശരിയാ. എന്നാ പൊട്ടിക്ക് 2 എണ്ണം മതി. എനിക്ക് കുറച്ചുണ്ട് എൻ്റെ കയ്യില്. കുറച്ചുണ്ട് നമ്മുടെ കയ്യില്. ആ ഒക്കെ പഴുത്തൂല. അപ്പൊ പഴുത്ത് പൊട്ടിച്ചു പൊട്ടിപ്പിക്കണം. കടയിൽ കൊണ്ടുവച്ച വിൽക്കാം. മൂവാണ്ടനല്ലേ? അങ്ങനെ നമ്മുടെ ഉടുപ്പുകളെല്ലാം കണ്ടില്ലേ നിങ്ങള്? എങ്ങനെയാണ് മീൻ പിടിച്ച കൈയോടുകൂടെ മീൻ നടക്കുക. അതുകൊണ്ട് തന്നെ നമ്മുടെ
ഒന്നും കേട്ടില്ല. ഒന്നില്ലെങ്കിൽ പറയാ, അല്ലെങ്കിൽ വെള്ളം തുറന്നുകൊണ്ട് അതിന് പറയും. കുറച്ച് പൊടി മീൻ കിട്ടി നമ്മുടെ താഴത്തെ പറമ്പില് ഒരു വെള്ളച്ചാട്ടുണ്ട് ചെറുത്. അവിടെ ഒരു വല വെച്ചിട്ട് വറക്കാനുള്ള എനിക്കും ശ്രീ കിട്ടണം. ആണെങ്കിലും ഇഷ്ടമല്ല. ആൾക്ക് ആ മീൻ ഇഷ്ടമുള്ള കാരണം കൊണ്ട് ആൾ എന്നെ അത് നന്നാക്കി. ഇനി അത് എന്നോട് വർത്താനം പറയും കുമ്മളക്കും പറ്റിയിട്ട്. മീൻ തൊടാൻ ഭയങ്കര മഴ ഇടുന്നുണ്ട്. നോക്കിട്ടുണ്ടായിരുന്നു വേണ്ട കുത്തുണ്ടായിരുന്നു. അതില് കുറച്ചുകൂടെ അധികം മീനുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ മീൻ കുറെ കിട്ടിയാനെ. ഞാൻ മൈസൂരും ആ സമയത്ത് നന്നായിട്ട് മഴ പെയ്ത് വെള്ളം കയറിയാകും. അവര് ചൊല്ലുണ്ട് അങ്ങനെ എന്തോ ആരോട്ടൊക്കെ അങ്ങനെ ഭാഗ്യം മൈസൂർക്ക് പോയപ്പോഴാണ് നമ്മളോട് മീൻ അറിഞ്ഞത്. പുതിയ മീൻ. അപ്പൊ നമ്മൾ ഉച്ചയ്ക്കുള്ള പരിപാടി തുടങ്ങിയാലോ? ഇന്നത്തെ വീഡിയോ അത്യാവശ്യം നല്ല ലെങ്തിയാണ് അല്ലേ? ഞാൻ ലെങ്ത് കുറച്ചിടാൻ ശ്രമിക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ എല്ലാ വിവരങ്ങളും പറഞ്ഞ് അവസാനിക്കാത്ത കാരണം കൊണ്ട് ഞാൻ ഈ വർത്താന ചെക്കി ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അങ്ങനെ നമ്മൾ ഇന്നലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ എന്താ പറയുക, നമ്മുടെ എന്താടാ അത് മോര് തൈരൊക്കെ റെഡി ആയിട്ടുണ്ട്. അതൊക്കെ ആ പാൽപാത്രത്തിലാക്കി ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ എല്ലാം കിട്ടാൻ കുറച്ച് പാടാന്ന് ഞാൻ പറയാറില്ലേ. കടകളിലൊക്കെ കുറവായ കാരണം കൃഷ്ണൻ്റെ കട മാത്രമേ ഉള്ളൂ നമുക്കിവിടെ ഒരു കടയായിട്ട്. അപ്പോൾ ഞാൻ അതുപോലത്തെ സംഭവങ്ങളൊക്കെ നമ്മൾ അതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ വന്നാൽ എന്തെങ്കിലുമൊക്കെ വെള്ളം കലക്കാനുള്ളതൊക്കെ നമ്മളിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കാറുണ്ട്. അങ്ങനെ മോരും ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ കാലത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പരിപാടി കഴിഞ്ഞപ്പോൾ കിച്ചണൊന്ന് വൃത്തികേടായിട്ടുണ്ടായിരുന്നു, അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വെക്കാമെന്ന് വിചാരിച്ചു. ഇത്രയ്ക്ക് ഫ്രീ ആയിട്ടൊരു ദിവസം കിട്ടുന്നത് ഇന്നാണ് കേട്ടോ, കുറേ നാളുകൾക്ക് ശേഷം ഇലക്ഷൻ്റെ അന്ന്. കാരണം ഭാഗ്യൻ കടയിൽ പോയൂല്ല, പിന്നെ ശ്രീകുട്ടനും ക്ലാസ്സില്ല, നാളെ തൊട്ടേ തുടങ്ങുള്ളൂ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളുള്ള കാരണം കൊണ്ട് ഇന്നത്തെ ദിവസം കുറച്ച് ഫ്രീ ആയിട്ടും റിലാക്സ് ആയിട്ടും കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. ഒരു സെക്ഷൻ കഴിഞ്ഞ് നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് കടന്നിട്ടുണ്ട് കേട്ടോ. ചോറ് വെക്കുന്ന പരിപാടിയാണ്. അച്ഛൻ നമ്മുടെ എന്താ പറയുക തെക്കേമ്പടത്തിൽ സുകുമാരൻ നന്നാക്കിക്കൊണ്ട് വന്ന് തന്നിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഉണ്ടായിരുന്നല്ലോ, അത് ലാസ്റ്റ് ഘട്ടം ഇന്നത്തോടു കൂടെ അത് അവസാനിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ചുണ്ടായിരുന്നു, പ്ലാസ്റ്റിക് കവറിലാക്കിയിട്ട് കെട്ടി വെച്ചിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. നല്ല ഫ്രഷ് ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു. അത് നമുക്കൊന്ന് വേവിച്ചിട്ട് മുരിങ്ങയില കൂട്ടി കറി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ ഉപ്പും മഞ്ഞപ്പൊടി ഇട്ടിട്ട് അതൊന്ന് വേവിക്കാൻ വെച്ചിട്ടുണ്ട്, കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കേട്ടോ. ഇതൊക്കെ നമ്മുടെ പഴയ ഓർമ്മകൾ ഉണർത്തുന്ന കറികളാണ്. ചെറുപ്പത്തിൽ അമ്മ സ്കൂളിൽ പോകുന്ന സമയത്ത് മിക്കതും നമ്മുടെ ചോറും പാത്രത്തിൽ ഉണ്ടാകുന്ന കറികളാണ് ഈ മുരിങ്ങയില പല വിഭവ എന്താ പറയുക, പല രൂപത്തിലും ഭാവത്തിലും ഉണ്ടാവും വേണമെങ്കിൽ പറയാം. ചക്കക്കുരു ഇട്ടിട്ടുള്ള കറി, അത് കറിയായിട്ടുണ്ടാവും, തോരനായിട്ടുണ്ടാവും. ഇത് മാത്രം നാളികേരം മുട്ട ഇട്ടിട്ട് ഇങ്ങനെ വകഭേദങ്ങൾ കുറേ ഉണ്ടാവും കേട്ടോ. ഇപ്പോഴും അതൊക്കെ തന്നെയാണ് നമ്മളും വെക്കുന്നത്, ഞാൻ പറയാറില്ലേ എപ്പോഴും. ഇപ്പൊ കുറച്ച് നേരത്തെ ഞാൻ നമ്മുടെ സോസിന്റെ കാര്യം പറഞ്ഞില്ലേ, നമ്മുടെ ചിന്താഗതി ഇപ്പൊ എല്ലാവരും കഴിക്കുന്നതല്ലേ, പിന്നെ നമുക്കും കഴിച്ചാൽ എന്താന്നുള്ളൊരു ചിന്താഗതി ഇപ്പം ഉണ്ടാവും. ഇനി കുറച്ച് നാളും കൂടി കഴിയുമ്പോൾ ചേച്ചിമാർ പറയുന്ന പോലെ ഇതൊന്നും ഹെൽത്തി അല്ല ശ്രീജ എന്നുള്ളൊരു ചിന്താഗതിക്ക് ഞാനും എത്തൂട്ടാ. നമ്മൾ 5 കൊല്ലം കഴിയുമ്പോൾ നമ്മൾ അപ്ഡേറ്റഡ് ആവും എന്ന് പറയില്ലേ നമ്മുടെ ചിന്തകൾ. പക്ഷെ അപ്ഡേറ്റ് ആവാത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ കറികളൊക്കെ ഉണ്ടാക്കുന്നതിലാണ്. ഇപ്പോഴും ആ ഒതന്റിക് ആയിട്ടുള്ള രുചികൾ നമ്മൾ ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് തോന്നാറുണ്ട്. പറഞ്ഞിരിക്കില്ലേ, നമുക്ക് ബാക്കിയുള്ള പരിപാടികളിലേക്ക് പോവാം. ഉള്ളിയും വെളുത്തുള്ളിയും നമ്മുടെ ഇടിക്കലിൽ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട്. ഇടിക്കൽ വിടുന്ന സീന് ചോദിക്കും മിക്കതും. ഇത് നമ്മൾ ഷോർട്സിലാണ് ഈ ചോദ്യങ്ങൾ വരാറുള്ളത്. ഞാനാണെങ്കിൽ മറുപടി കൊടുത്ത് മടുക്കുകയും ചെയ്തു. ഡ്രസ്സിൻ്റെ കാര്യം, ഇടിക്കലിൻ്റെ കാര്യം, പിന്നെ ചട്ടികളുടെ കാര്യം ഒക്കെ ഇങ്ങനെ ചോദിക്കും. നമ്മൾ ഒരുപാട് വട്ടം റിപ്ലൈ ചെയ്യുമ്പോഴാണ് ഞാൻ നമ്മുടെ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നത്. അപ്പോൾ എന്താ പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ആ വീഡിയോ കാണില്ലടാ, വീണ്ടും ഷോർട്സിൽ ഇതേ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ വീഡിയോയിൽ അത് പറഞ്ഞിട്ട് വലിയ ഉപകാരമൊന്നുമില്ല, ഷോർട്സിൽ പറഞ്ഞു പോവായിരിക്കും നല്ലത്. ഇതിങ്ങനെ പുതിയതായിട്ട് വീഡിയോകൾ കാണുമ്പോഴേ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഇടിക്കൽ നമ്മൾ മേടിച്ചിട്ടുള്ളത് ഒല്ലൂർ മുണ്ടുംപാൽ അങ്ങനെ എന്തോ ഒരു കടയെന്നാണ് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. വെളുത്തുള്ളിയും ഉള്ളിയും നമ്മൾ കുത്തി കാച്ചിട്ട് അതിലേക്ക് കുറച്ച് ഇടിമുളകും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആയിട്ട് വരുമ്പോൾ നമ്മുടെ വേപ്പിലല്ലടാ മുരിങ്ങയില ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് അതൊന്ന് വാടി വരുമ്പോൾ നമ്മൾക്ക് വേവിച്ച് വെച്ചിട്ടുള്ള നമ്മുടെ ചക്കക്കുരു ഉണ്ടല്ലോ, അത് കുറച്ച് വെള്ളത്തോടെ കൂടെ ഒഴിച്ച് അടച്ച് വെച്ച് ആ വെള്ളം മുഴുവൻ വറ്റിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ നൊസ്റ്റു ആയിട്ടുള്ള കറി ഉണ്ടല്ലോ, നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു തോരന ഉപ്പേരി എന്ന് നമ്മുടെ നാട്ടിൽ പറയും, അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് അടിപൊളി ടേസ്റ്റാണ്, ഭയങ്കര ഹെൽത്തിയാണ്.
പിറ്റേ ദിവസം നമുക്ക് ടോയ്ലറ്റിലേക്കൊക്കെ പോകുമ്പോൾ അതിൻ്റെ ആ റിസൾട്ട് കാണാൻ പറ്റും. ഭയങ്കര ഹെൽത്തി ആയിട്ടുള്ളതാണ്. നമുക്ക് കോൺസ്റ്റിപ്പേഷൻ ഒക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് അനീമിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ, കണ്ണിന് കാഴ്ചക്കുറവുള്ളവരാണെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. കുറച്ച് നാളുകൾക്കുള്ളിൽ വലിയ വലിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങും. പ്രകൃതിയിലേക്ക് മടങ്ങും എന്നതാണ് നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. അങ്ങനെ പ്രകൃതിയിൽ നിന്ന് തന്നെ പിടിച്ചാൽ, നമ്മുടെ തോട്ടിൻ്റെ പക്കത്ത് നിന്ന് പിടിച്ചാൽ ഭാഗ്യം നന്നാക്കി തന്ന മീനുണ്ടല്ലോ, അത് നമുക്കൊന്ന് വരഞ്ഞ് റെഡിയാക്കി വെക്കാം. എനിക്ക് ഈ മീൻ നന്നാക്കി തന്നാൽ വലിയ കുഴപ്പമൊന്നുമില്ല. വഴുവഴുന്നിരിക്കുന്ന അവസ്ഥയിൽ എനിക്ക് ഇങ്ങനെ എന്താ പറയുക, ഒരു വോമിറ്റിംഗ് ടെൻഡൻസി വരും, ഒരു നോസിയ പോലെ വരും. അങ്ങനെ നമ്മൾ ഇതിനെ നന്നായിട്ട് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ വേറെ ഒന്നും ഇടില്ല കേട്ടോ. കുരുമുളകും ഉപ്പും മഞ്ഞപ്പൊടിയും മാത്രം ഇട്ടിട്ടാണ് നമ്മൾ അതിനെ വറക്കാൻ വെക്കുക. വേറെ ഒരു മസാലകളും ഇടില്ല. കാരണം ആ ഒരു മീൻ അതിൻ്റെതായ ഒതൻറ്റിക് ആയിട്ടുള്ള ടേസ്റ്റ് വരണത്രേ. അപ്പോൾ അത് നമുക്ക് വറുത്ത് വയ്ക്കാം. അപ്പോഴേക്കും നല്ല ഗംഭീര മഴക്കാരുണ്ടായിരുന്നു പുറത്ത്, നല്ല മഴയായിരുന്നു. അങ്ങനെ അതേ അച്ഛൻ കൊണ്ടുവന്ന നമ്മുടെ എണ്ണ, അച്ഛൻ ഇതുപോലത്തെ പാത്രങ്ങളിലാക്കിയിട്ടാണ് കേട്ടോ എണ്ണ കൊണ്ടുവരിക. നമ്മുടെ കടയിൽ ഉണ്ടാവണ കുഞ്ഞു കുഞ്ഞു തേങ്ങയുണ്ടല്ലോ, അതൊക്കെ അമ്മ കൊണ്ടുപോകുന്നിട്ട് വെട്ടി. മഴയാണെന്നുണ്ടെങ്കിൽ അമ്മേരെ വ്ളോഗിൽ നോക്കിയാൽ കാണാൻ പറ്റും നിങ്ങൾക്ക്. അടുപ്പിൻ്റെ മുകളിൽ ഒരു ഷീറ്റൊക്കെ ഇട്ടിട്ട് അതും ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് അച്ഛൻ എന്നും ഉണക്കും. അച്ഛൻ തന്നെയാണ് മിക്കത് അത് ഉണക്കി ആട്ടിക്കൊണ്ടുവരിക കേട്ടോ. എന്നിട്ട് ബാക്കിയുള്ള പണ്ട് നമ്മുടെ ആടുണ്ടായിരുന്ന സമയത്തൊക്കെ നല്ല സുഖമായിരുന്നു അമ്മയ്ക്ക്. ഈ പിണ്ണാക്കൊക്കെ കൊടുക്കാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ പിണ്ണാക്ക് എന്തിട്ടാണോ അമ്മ ചെയ്യുന്നത്, അമ്മ മുടിച്ച് നോക്കണം. അത് അവിടെ കൊടുത്തിട്ട് പോരുന്നു തോന്നുന്നു. അപ്പോൾ ആട്ടിച്ച് വെളിച്ചെണ്ണ ആട്ടണേൻ്റെ പൈസ കുറവിൽ കിട്ടുന്നൊക്കെ തോന്നുന്നുണ്ട്. അങ്ങനെ ആ എണ്ണയാണ് കേട്ടോ നമ്മൾ ഉപയോഗിക്കുക. ഇപ്പോൾ കുറേ നാളായിട്ട് ആ ഒരു വെളിച്ചെണ്ണ, നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയാണ് നമ്മൾ ഉപയോഗിക്കണം. അങ്ങനെ നമ്മുടെ ഇതാണ് ആകെ കൂടി വറുത്തപ്പം കിട്ടിയത് കേട്ടാ. ഇത് ഭാഗ്യത്തിന് ശ്രീകുട്ടനും കഴിക്കാനുള്ളതുള്ളൂ. പിന്നെ രഘുചേട്ടൻ വരുമല്ലോ, അപ്പോൾ രഘുചേട്ടന് ഞാൻ കൊടുക്കും, 1-2 എടുത്ത് വെക്കും കേട്ടോ. അപ്പോൾ ചേട്ടനും ഇത് അവർക്ക് കൊടുക്കാനുള്ളത് തന്നെ ഉണ്ടാവുള്ളൂ. എനിക്ക് പിന്നെ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നമ്മുടെ വീട്ടിലും ഈ മീൻ ആരും കഴിക്കില്ല. എനിക്ക് ഇഷ്ടമുള്ള സംഭവമാണ് അത്. ഇതാണ് നമ്മുടെ ചാളക്കുട്ടൻ. ഈ ചാളക്കുട്ടനാണ് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. അതിൽ 3-4 വറക്കാൻ വെച്ചിട്ടുണ്ട്. നമ്മൾ 4 ആൾ, രഘുവേട്ടനടക്കം. പിന്നെ നല്ല അടിപൊളിയായിട്ട് ഇന്ന് വറുത്തരച്ചിട്ട് കറി വയ്ക്കാൻ പോവുകയാണ് നമ്മൾ. പിന്നെ ഈ മസാല ബോക്സ് കേട്ടോ, ഈ മസാല ബോക്സ് അടിപൊളിയാണ്. കഴിഞ്ഞ പ്രാവശ്യത്തെ കമൻറ്റിൽ കണ്ടു, ശ്രീ ഈ മസാല ബോക്സിന് അടപ്പുള്ള കാരണം കൊണ്ടാണ് ഇതിൻ്റെ മണം അങ്ങോട്ടും ഇങ്ങോട്ട് സ്പ്രെഡ് ചെയ്യാത്തതെന്ന്. അത് ചിലപ്പോൾ സത്യമായിരിക്കും കേട്ടോ. അപ്പോൾ ഇതിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് റീഫിൽ ചെയ്ത് കൊടുക്കണം. വളരെ ചെറുതാണ്. നമുക്ക് 3 ആൾക്കുള്ളതെന്നുണ്ടെങ്കിൽ 1-2 ആഴ്ചയ്ക്കൊക്കെ അത്ര പൊടികൾ ഇട്ട് വെച്ചാൽ മതി. പിന്നെ ഒരുപാട് ഡബ്ബകൾ തുറക്കണ്ടല്ലോ. അപ്പോൾ മീനുമൊക്കെ തൊട്ടിട്ട് നമ്മൾ ഒരുപാട് ഡബ്ബകളും കൈയുമ്പോൾ ഇങ്ങനെ തൊടുമ്പോഴൊക്കെ ആ ഡബ്ബകളുടെ മുകളിലെ കാർക്കുമൊക്കെ ഐ മീൻ ആ മൂടിയില്ലേ, മൂടി മഴയൊക്കെ ഈ ചാളയുടെ ഒക്കെ മണം വന്നിരുന്ന എന്ത് ബോറാവെന്ന് ആലോചിച്ച് നോക്കിയാൽ. ഇതാവുമ്പോൾ ഇനിയിപ്പോൾ ഈ ഒരു മസാല ബോക്സിലായാൽ കൂടി അതിൻ്റെ ആ മൂടി ഒന്ന് കഴുകിയിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മണമൊക്കെ പോകും. അപ്പോൾ എന്തുകൊണ്ട് മസാല ബോക്സ് നല്ലതാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. എല്ലാം അസംബിൾ ചെയ്യാൻ പറ്റുമല്ലോ, നമുക്ക് ഒറ്റ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ എല്ലാ പൊടികളും നിറച്ച് അതിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ ഇപ്പുറത്ത് നമ്മൾ മസാലകളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാൻ മീൻ വറക്കുമ്പോൾ പണ്ട് അമ്മയൊക്കെ വറുത്ത പോലെ തന്നെയാണ്, ചേച്ചിയും അങ്ങനെയൊക്കെ തന്നെയാണ് ചെയ്യാറെന്ന് തോന്നുന്നു അല്ലേ. നമ്മുടെ മഞ്ഞപ്പൊടിയും മുളക് പൊടിയും ഉപ്പും മാത്രമേ ഇടുള്ളൂ, വേറെ ഒന്നും ഇടില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു മസാലയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു ചാളയുടെ സ്മെല്ലുണ്ടല്ലോ അത് പോണ പോലെ ഫീൽ ചെയ്യും. ഇവിടെ ശ്രീകുട്ടനും ഏറ്റവും ഇഷ്ടം, എത്ര വില കൂടിയ മീനും വെച്ച് കൊടുത്തിട്ട് ചാള വെച്ച് കൊടുത്താലും ശ്രീകുട്ടൻ പറയും ചാള മതിയമ്മേന്ന്. അത്രയ്ക്ക് ഇഷ്ടമാണ് ശ്രീകുട്ടന്. അപ്പോൾ പിന്നെ നമ്മൾ വെക്കാനുള്ളതിനെ ഒന്ന് കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ തന്നെ ഉപ്പും മഞ്ഞളും മുളക് പൊടിയൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് വറുത്തെടുക്കാം. മീൻ്റെ മുട്ട അടിപൊളിയല്ലേ, ഈ ചാള മീൻ്റെ മുട്ട അടിപൊളിയാണ്. ഈ മുട്ട വറുത്ത ആ ഒരു പാൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ചോറും കൂടി ഇട്ട് കഴിക്കണം. സൺഡേ സഫലം എന്ന് വേണമെങ്കിൽ പറയാം. അടിപൊളിയാണ് കേട്ടാ. അപ്പോൾ നമുക്കിത് കറി നാളെ സ്കൂൾ തുറക്കല്ലേ. ശ്രീകുട്ടൻ കുറേ ദിവസമായി ബുക്കുകളൊക്കെ എടുത്തിട്ട്. ഞാൻ വെക്കേഷൻ ക്ലാസ്സുകളിലൊന്നും വിട്ടില്ല. ലെറ്റ്സ് എൻജോയ് ദർ വെക്കേഷൻ എന്നുള്ളൊരു രീതിയിൽ മുന്നോട്ട് പോയിട്ടാ. അപ്പം ഞാൻ വിചാരിച്ചു ഇന്ന് പെരുക്ക് വെട്ടിക്കുണ്ടല്ലോ, നമ്മൾ പെരുക്ക് വെട്ടിക്കാന്നല്ല പറയാം, അവർ പറയുമ്പോൾ ടേബിൾ എന്ന് പറയും. അപ്പോൾ ടേബിളൊക്കെ ഒന്ന് എഴുതിക്കാനായിട്ട് കൊണ്ടിരുത്തി വെക്കുക. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഡൗട്ട് വന്ന് ചോദിക്കണതാ. ഇന്ന് നമ്മൾ മത്തി വെക്കുന്നത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള രീതിയിലാണ് കേട്ടോ. അതായത് വറുത്തരക്കണ രീതിയിലാണ് വെക്കണത്. അപ്പോൾ നമ്മൾ വറ്റൽമുളക് ഒരു പിടി എടുത്തിട്ട് നമ്മുടെ എരിവിന് ആവശ്യത്തിനുള്ളത് എടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം നമ്മുടെ ചട്ടിയിൽ. എന്നിട്ട് നമുക്ക് അതിലേക്ക് നല്ല കുഞ്ഞുള്ളി ഉണ്ടല്ലോ, അതാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. എത്ര അധികം ഉപയോഗിക്കണോ അത്രയ്ക്ക് കൊഴുപ്പ് കിട്ടും നമ്മുടെ കറിക്ക്, നല്ല കട്ടിയായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ അതും നമുക്ക് ഇതിലൊന്ന് വറുത്തു കോരാം.
ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ക്രഷാക്കി വെച്ചതാണ് കേട്ടോ, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് ആയി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്ക് അതിനൊന്നും കൂടി ആ ഒരു പച്ചമണം മാറുമ്പോഴേ അതിന് നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് വഴട്ടിയെടുക്കുകയാണെങ്കിൽ എന്താ പറയുക, ഫ്രൈ ചെയ്തെടുക്കാമെന്ന് വേണമെങ്കിൽ പറയാം. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ പൊടികളായിട്ടുള്ള ബാക്കി പൊടികൾ ഇട്ട് കൊടുക്കുക. അതായത് നമുക്ക് മഞ്ഞപ്പൊടി, പിന്നെ ഇത് ഇങ്ങനെ ചെയ്തിട്ട് പൊടികൾ നമ്മൾ വറക്കണമെങ്കിൽ വറുത്താൽ മതി, നിർബന്ധമില്ല. ഇത് ജസ്റ്റ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റാം കേട്ടോ. എന്നിട്ട് നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ട് ബാക്കി പൊടികൾ ചേർത്താൽ മതി. ഇപ്പം ഞാൻ ചേർത്തത് ഉലുവയാണ് കേട്ടോ. പിന്നെ നമ്മൾ കുറച്ച് കുടംപുളി ഉണ്ടല്ലോ, നമ്മുടെ കുടംപുളി തന്നെയല്ലേ പറയുക, നമ്മുടെ വേറെ പയറൊന്നുമില്ല, കുടംപുളി തന്നെ. കുടംപുളി നമ്മൾ വെള്ളത്തിൽ നല്ല ചൂടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഇത് നമ്മൾ തണുക്കുമ്പോൾ ഒന്ന് നന്നായിട്ട് ഇത് ചെയ്തെടുക്കാം, നമുക്ക് എന്താ പറയുക, ക്രഷ് ചെയ്തെടുക്കാം. ക്രഷ് ചെയ്തല്ല, നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. പിന്നെ അതിൽ മുളക് പൊടി അതുപോലെ തന്നെ മഞ്ഞപ്പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇവിടെ എരിവും പുളിയൊക്കെ ഇത്തിരി മുന്തി നിൽക്കുന്ന കൂട്ടത്തിലായതുകൊണ്ട് പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ നല്ല കളർ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ഓപ്ഷണലാണ് കേട്ടോ. പച്ചമുളക് ഇടണമെന്നില്ല, കാശ്മീരി ചില്ലി ഇടണമെന്നില്ല, ഇനി കുരുമുളക് പൊടി ഇടണമെന്നില്ല. അപ്പോൾ അതൊക്കെ ഓപ്ഷണലാണ്. എന്നിട്ട് നമ്മൾ ആ കുടംപുളിയുടെ വെള്ളം ഉണ്ടല്ലോ അതിലാണ് ഇത് നന്നായിട്ട് അരച്ചെടുത്തത്. എപ്പോഴും നമ്മൾ ഉള്ളി അരച്ചെടുക്കുമ്പോഴേ ഇങ്ങനെ കൊഴുകൊഴുന്നിരിക്കും, നമ്മുടെ കറി ഇങ്ങനെ നല്ല ഇങ്ങനെ കുറുകുറാന്നിരിക്കുന്ന കറി എന്ന് പറയില്ലേ, ഇങ്ങനെ സാമ്പാർ പോലെ കിണറ്റിലത്തെ വെള്ളം മുഴുവൻ ഒഴിച്ച ഒരു പ്രതീതി കിട്ടില്ല, നല്ല കട്ടിയിലിരിക്കുകയും ചെയ്യും കേട്ടോ. അതിനാണ് നമ്മൾ ചെറുള്ളി ഇട്ടിട്ട് നമ്മളിങ്ങനെ നന്നായിട്ട് ഇതാക്കി എടുക്കുന്നത്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വേറൊരു രീതിയിലാണ് കറി വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതും ഇതും ഒടിപൊളി ടേസ്റ്റാണ്, സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ സംഭവം എത്തി കഴിഞ്ഞു കുട്ടികളെ. ഇനി ഈ എണ്ണയിൽ വേണം നമുക്ക് ചോറ് പുരട്ടി കഴിക്കാൻ വേണ്ടിയിട്ട്, അതൊരു പ്രത്യേക രുചിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ അപ്പുറത്ത് നമ്മുടെ ആ ഒരു ചട്ടിയിൽ ആ ഒരു പ്യൂരി ഉണ്ടല്ലോ അത് നന്നായിട്ടൊന്ന് വെട്ടി തിളക്കട്ടെ. വെട്ടി തിളയ്ക്കുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതോടുകൂടി പരിപാടികൾ കഴിഞ്ഞു. പിന്നെ വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ആ കുടംപുളി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇരുമ്പുളിയൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും നല്ലൊരു ടേസ്റ്റ് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ മീൻ കറി എന്ന് പറയുന്നത് കേട്ടോ. ഇനി നമുക്ക് കുറച്ച് ചിക്കൻ ഒന്ന് സെറ്റാക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് 1-2 ദിവസത്തേക്കുള്ള മീൻ കറി ഉണ്ടാവും. ഇനിയിപ്പോൾ രഘുവേട്ടൻ അല്ലെങ്കിൽ ചേട്ടന്മാർ വേറെ ആരെങ്കിലും പണിക്കുണ്ടെന്നുണ്ടെങ്കിലും കാലത്തെ കഞ്ഞിക്ക് ഒരു ഉപ്പേരിയും ഈ മീൻ കറിയും കൂടി ആയിട്ടുണ്ടെങ്കിൽ സെറ്റായി. പിന്നെ ഉച്ചയ്ക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. ഇപ്പോൾ ചിക്കനൊക്കെ ആണെങ്കിൽ ചിക്കൻ മാത്രം മതി. കുറച്ച് സർലാസ് ഉണ്ടാക്കാന്ന് പറയും നമ്മുടെ ഇവിടെ, സലാഡില്ലേ നമ്മുടെ മോര് ഒഴിച്ചിട്ടുള്ളത്, അതും കൂടി ആയ സെറ്റായിട്ടാണ്. ഇതിലത്തെ നമ്മുടെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇന്നത്തെ നമ്മുടെ പലിഞ്ഞീനാണ്. നമ്മുടെ ഇവിടെ തൃശ്ശൂരുകാർ തന്നെ പലിഞ്ഞി എന്നാ പറയാ. ഓ മീൻകറിയുടെ ആ ഒരു ടെക്സ്ചർ കാണുമ്പോൾ ചെറുതായിട്ട് വിശപ്പുള്ളവർക്കാണെങ്കിൽ ഇപ്പോൾ തോന്നുന്നുണ്ടാവില്ല ഇത്തിരി ചോറ് കിട്ടിയെങ്കിൽ കഴിക്കായിരുന്നു എന്ന്. അങ്ങനെ നമ്മൾ കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് ചിക്കൻ. ചിക്കൻ ഇനിയിപ്പോൾ നാളത്തേക്കാണ്. നാളെ കാലത്ത് ശ്രീകുട്ടൻ സ്കൂളിൽ പോകുമല്ലോ, അപ്പോൾ നമ്മൾ ചോറൊക്കെ കൊടുത്തിട്ടാണ് വിടുക. ഇനിയിപ്പോൾ 2 ദിവസം ആ ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ച് പാടുണ്ടാവുക. ഇവിടെ ഇങ്ങനെ വീട്ടിലിരിക്കുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് വന്ന് എന്തെങ്കിലുമൊക്കെ എടുത്ത് കഴിക്കും. അങ്ങനെയാണ് ഗുണ്ടുപണി ആയതാൾ. പിന്നെ പുറത്തേക്ക് വേറെ എനർജി പോകാനായിട്ട് പുറത്തെങ്ങോട്ടും പോകണില്ലല്ലോ. ഇനിയിപ്പോൾ അങ്ങനെയൊന്നും പറ്റില്ലല്ലോ സ്കൂളിൽ പോയിട്ടുണ്ടെങ്കിൽ. അപ്പോൾ കാലത്ത് ഞാനിവിടെ വയറ് നിറച്ച് ചിക്കനൊക്കെ കൂട്ടിയിട്ട് ചോറ് കൊടുത്തിട്ട് പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് ആണ് ഇന്ന് ചെയ്യുന്നത് കേട്ടോ. ഈ ചിക്കനും നമ്മൾക്ക് വേണമെങ്കിൽ 1-2 ദിവസമൊക്കെ ഇരിക്കും. അതും നമ്മൾ ഉള്ളിയൊക്കെ പച്ചയ്ക്കാവുമ്പോൾ ചിലപ്പോൾ അങ്ങനെ ഒരു പെട്ടെന്ന് ഇങ്ങനെ വഴുവഴുപ്പൊക്കെ വരും. അപ്പോൾ ഒന്ന് ചൂടാക്കിയിട്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. പക്ഷെ നമുക്ക് ഇന്നിപ്പോൾ ചിക്കൻ ഇന്നൊക്കെ ഇനി ഉണ്ടാവുള്ളൂ. അത് കാരണം കൊണ്ട് ഞാൻ നമ്മുടെ ഉള്ളിയും അതുപോലെ തന്നെ നമ്മുടെ വറ്റൽമുളക് ഉണ്ടല്ലോ അതും പൊടികളായിട്ടുള്ള മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, കോൺഫ്ലോറാണ് ആ വെള്ള കളറിലുള്ളത്, അതൊക്കെ കൂടിയിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്, ഉപ്പും കൂടി ചേർത്തിട്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് ഇതിലേക്ക് പിടിപ്പിച്ച് ഇങ്ങനെ എന്താ പറയുക തേച്ച് പിടിപ്പിച്ച് 10 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് വറുത്തെടുത്തിട്ടുണ്ടെങ്കിൽ നല്ല കളറോട് കൂടിയിട്ടുള്ള ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ ഇപ്പോൾ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിലുള്ളത് അത് ഇട്ടു കേട്ടോ. അപ്പോൾ അതവിടെ ഇരുന്ന് ഒന്ന് സെറ്റാവട്ടെ. അപ്പോഴേക്കും നമുക്ക് പച്ചക്കറികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇന്നലെ കൊണ്ടുവന്നതാണ് കേട്ടോ. കടയിൽ പോയപ്പോൾ, ഇന്നലെ കടയിലായിരുന്നു, അപ്പോൾ കടയിൽ പോയപ്പോൾ കൊണ്ടുവന്നതാണ്. അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് നമുക്ക് ഫ്രിഡ്ജിൽ കയറ്റി വയ്ക്കാമെന്ന് വിചാരിച്ചു. ഇവിടെ എങ്ങനെയാണെങ്കിൽ ഞാൻ പറയാറില്ലേ, നമ്മുടെ തലൂരൂടെ വീട്ടിലായിരുന്നപ്പോൾ സുഖമായിരുന്നു. എന്തെങ്കിലും ഇല്ലെങ്കിൽ ചേട്ടന്മാരോട് ചേട്ടാ അത് കൊണ്ടുവരും ഇത് കൊണ്ടുവരും എന്ന് വിളിച്ച് ചോദിച്ചാൽ മതിയായിരുന്നു. ഇവിടെ അങ്ങനെയല്ല, വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരാഴ്ച കഴിയേണ്ട സാധനം കിട്ടില്ല. അത് കാരണം അങ്ങനെ കുറേ സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ പെട്ടിയിലൊക്കെ ആക്കിയിട്ട്, ഇതുപോലെ പച്ചമുളക് ഇഞ്ചി വക സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ അത് നമ്മൾ കുഞ്ഞു കുഞ്ഞു പെട്ടിയിലാക്കിയിട്ട് ആക്കി വയ്ക്കും കേട്ടോ. അങ്ങനെ ചിക്കൻ വറുത്തു. നമ്മുടെ കറികളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഏകദേശം ഉച്ചയായിപ്പോയിക്കും. ഉച്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് ഫുഡ് കഴിച്ചപ്പോൾ വളരെയധികം വൈകിയായിരുന്നു. 3 മണിയൊക്കെ ആയിട്ടുണ്ടായിരുന്നു. ചിക്കൻ വറുത്തതും അതുപോലെ നമ്മുടെ മുരിങ്ങയില ചക്കക്കുരു തോരനൊക്കെ റെഡിയായി. എല്ലാം കഴിഞ്ഞ് സെറ്റായി. നമ്മുടെ പതിവ് പണികളുണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു സൈക്കിൾ പോലെ നടക്കില്ലേ, ഈ വൃത്തിയാക്കലിൽ നിന്ന് വൃത്തിയാക്കലിലേക്ക് ആ ഒരു പരിപാടിയിലേക്ക് എത്തി. ഞാൻ വിചാരിക്കാറുണ്ട് കേട്ടോ ഇടയ്ക്കിടയ്ക്കൊക്കെ ഈ ചെയ്ത ജോലി തന്നെ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കണില്ലേന്ന്. പക്ഷേ ഇത് ചെയ്തില്ലെങ്കിൽ എത്രമാത്രം വൃത്തികേടാവും നമ്മുടെ കിച്ചണിൽ നിന്നൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ. ഈ ചിക്കനൊക്കെ വറക്കണ ദിവസം ഉണ്ടെങ്കിൽ മൊത്തത്തിൽ പൊട്ടി തീർക്കും.
അപ്പം പിന്നെ ഇത് വൃത്തിയാക്കൽ ഒരു പണി തന്നെയാണ്. എന്നും ചെയ്ത പണിയാണ് ചെയ്തുകൊണ്ടിരിക്കുക അല്ലേ. ഞാൻ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ, വളരെ പേഴ്സണലായിട്ട് പറയുകയാണെങ്കിൽ എനിക്കിത് സത്യം പറഞ്ഞൊരു വരുമാനമാണ് നിങ്ങളിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ. എത്രയോ അമ്മമാർ, വീട്ടമ്മമാർ ഇത് ഒരു പണിയും ഇല്ല, ഒരു വരുമാനവും ഇല്ലാണ്ട് ഈ ചെയ്ത പണികൾ തന്നെ ചെയ്തുകൊണ്ടിരിക്കണം. അറ്റ്ലീസ്റ്റ് നിങ്ങൾ അവരോട് പറയുമെങ്കിലും ചെയ്യണം കേട്ടോ. അമ്മ കാരണം കൊണ്ടാണ് ഞങ്ങളുടെ വീട് ഇത്രയും സ്വർഗ്ഗമായിട്ട് നിൽക്കണേന്ന്. അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമാണ്. മറന്നു പോകുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോളൂ. നമ്മളിപ്പോൾ അനിയത്തിമാരായിരിക്കും, എൻ്റെ അനിയത്തിമാരും അനിയന്മാരും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ അമ്മയ്ക്ക് ഒരു മൂടത്തോളം കേട്ടോ. അവർ കാരണം കൊണ്ടായിരിക്കും ഒരു വിധം വീടുകളിൽ കേട്ടോ. അച്ഛന്മാർ ചെയ്യുന്നവരില്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉണ്ടാവുമായിരിക്കാം. അങ്ങനെ ആരാണോ വീട്ടിൽ ചെയ്യുന്നത്, ചിലപ്പോൾ അച്ഛമ്മമാരൊക്കെ ഉണ്ടാവും, അമ്മൂമ്മമാരൊക്കെ ചെയ്യണവരൊക്കെ ഉണ്ടാവില്ലേ, അവരൊന്നും ഇടയ്ക്കെങ്കിലും നമ്മൾ പരിഗണിക്കാൻ ശ്രമിക്കണം കേട്ടോ. ആ പരിഗണനയാണ് നമ്മുടെ എന്താ പറയുക ഏറ്റവും വലിയ സന്തോഷം എന്ന് പറയുന്നത്. അങ്ങനെ വൈകുന്നേരത്തെ പരിപാടികളിൽ അടിച്ചുവാരിത്തോടാ ശ്രീകുട്ടൻ്റെ കൂടെയുള്ള വിശേഷങ്ങൾ അവനെ ഉറക്കാനൊക്കെ പറഞ്ഞു വിട്ടു. വൈകുന്നേരം ആയപ്പോഴേക്ക് റിസൾട്ടൊക്കെ വന്നു. SG സാറ് നമ്മുടെ കൂടെ സുരേഷ് ഗോപി സാറ് ജയിച്ചു. അങ്ങനെ താമര വിരിഞ്ഞു തൃശ്ശൂരിലും കേരളത്തിലൊക്കെ. അവിടെ നാട്ടിൽ ആരാ ജയിച്ചതെന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ അവസാന ഘട്ടത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ. അങ്ങനെ നീണ്ട അവധിക്ക് ശേഷം സ്കൂളിൽ പോകുന്ന ശ്രീകുട്ടൻ. കുറേ വിശേഷങ്ങൾ പറയാനും ഒക്കെ ഉണ്ടായിരുന്നു. ശ്രീകുട്ടൻ്റെ ബുക്ക് ചട്ടിയിട്ടിട്ടില്ല, പുതിയ ബാഗ് മേടിച്ചിട്ടില്ല, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല. ഇപ്രാവശ്യം സ്കൂൾ തുറക്കുന്ന സമയത്തൊക്കെ ഞാൻ ഭയങ്കര തിരക്കിലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തെ യൂണിഫോം വരെ ഇട്ടിട്ടാണ് ആൾ പോകുന്നത്. അതാണെങ്കിൽ പാകാവണമില്ല, ആൾ ഗുണ്ടുമണിയായില്ലോ. അപ്പോൾ യൂണിഫോമൊക്കെ വളരെ ചെറുതായി. ഞാൻ എൻ്റെ തിരക്ക് കാരണം കൊണ്ട്, അല്ലെങ്കിൽ ഇവിടെ നമ്മൾ പറയില്ലേ മുട്ടുമ്പോൾ പറമ്പന്വേഷിക്കുന്ന സ്വഭാവക്കാരിയായ കാരണം കൊണ്ട് എൻ്റെ കാര്യങ്ങളൊക്കെ പെൻഡിങ്ങിൽ ഇട്ടുള്ളൂ. എൻ്റെ ഒരു വലിയ ശീല. ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ നടത്തി കൊടുക്കുമെങ്കിലും എൻ്റെ കാര്യങ്ങളെ ലാസ്റ്റിലേക്ക് എത്താം. അത് കാരണം കൊണ്ട് ശ്രീകുട്ടൻ്റെ കാര്യം നടന്നില്ല. അത് ഞാൻ ചെയ്യേണ്ട കാര്യമായി കാരണമുണ്ട്. എന്നാലും പഴയ കഴിഞ്ഞ കൊല്ലത്തെ ചോറും പാത്രവും അതുപോലെ തന്നെ ടിഫിൻ ബോക്സും ഒക്കെ സെറ്റാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. നാളെ പോകുമ്പോൾ ഒന്നിനും കുറവ് വരരുതല്ലോ. അപ്പോൾ നമ്മൾ വളർന്നു വന്ന സാഹചര്യങ്ങളും നമ്മൾ മക്കൾ വളർന്നു വരുന്ന സാഹചര്യങ്ങളൊക്കെ കമ്പയർ ചെയ്ത് നോക്കുമ്പോഴേ നമ്മളൊക്കെ എത്ര അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അമ്മമാരാന്ന് ചിന്തിക്കും. നമ്മുടെ അമ്മമാർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റാത്ത കാരണം കൊണ്ടാണ് കേട്ടോ. എന്നാലും നമ്മുടെ മക്കളൊക്കെ എത്രയോ മുന്നോട്ട്, എത്രയോ നല്ല രീതിയിലല്ല ഇപ്പോൾ വളർന്നു വരുന്നത്. അങ്ങനെ കുട്ടികളെ നമ്മുടെ ഇന്നത്തെ വ്ളോഗ് അവസാനിച്ചിരിക്കുകയാണ്. ഇതൊക്കെയായിരുന്നു വിശേഷങ്ങൾ. ഇത്തിരി വലിയ വീഡിയോ ആയി. നല്ല അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിച്ചോളൂ കേട്ടോ. ഫൈനലി നമ്മൾ കഴിഞ്ഞ കൊല്ലത്തെ ബാഗും ചോറും പാത്രങ്ങളും ഒക്കെ എടുത്തു വെച്ചുകൊണ്ട് ഇന്നത്തെ ദിവസം ഇവിടെ അവസാനിപ്പിക്കുന്നു. ഒരു ലോങ് ഡേ ആയിരുന്നു. ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് നാളെ വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ. ശ്രീജ.